പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ല പാല് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളി ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് പറയുന്ന സിമ്പിൾ ഉത്തരം എന്താണ്? നല്ല പാല് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പാലിനാണ് വെള്ളം കുറവ് അതായിരിക്കും നല്ല പാല്. ഇപ്പം മിൽമ പാല് മറ്റു പാല് ഏജൻസിയൊക്കെ വന്ന കാരണം എല്ലാം കെമിക്കൽ ടെസ്റ്റ് ചെയ്തൊക്കെ പാലിൻ്റെ ചേരുവകയുടെ കണ്ടൻറ്റ് വൈസ് എല്ലാം ടെസ്റ്റ് ചെയ്ത് ആണ് നമുക്ക് തരണത്. എനിവേ പണ്ടൊക്കെ പാലും മെയിൻ കംപ്ലൈൻറ്റ് പാലിൻ്റെ അത് വെള്ളമാണെന്നുള്ളതാണ്. അത് വെള്ളത്തിൻ്റെ അളവ് നമ്മൾക്ക് മനസ്സിലാതിരിക്കാൻ വേണ്ടിയാണ് മറ്റൊരു നാട്ടിൽ നിന്ന് വന്നവർ മണ്ണിരയൊക്കെ ഇട്ടുകൊണ്ട് കൊണ്ടുപോകുന്നത്. കൊഴുത്ത് കൊടുത്ത് അങ്ങനെ ഇരിക്കും, വെള്ളമില്ലെന്ന്, കൊഴുപ്പ്. അങ്ങനെയാണ് ഇതെല്ലാം. പണ്ട് അരിയിലൊക്കെ ഭയങ്കര കല്ലായിരുന്നു. കല്ല് ചേർക്കാൻ വേണ്ടി മാത്രം കമ്പനികളുണ്ടായിരുന്നു. മുക്കാച്ചാക്ക് അരി വാങ്ങിച്ചിട്ട് കാൽച്ചാക്ക് കല്ല് ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ആ സ്ഥലമൊന്നും ഞാൻ പറയണില്ല, പത്രത്തിലിങ്ങനെ മുഴുവൻ ഈ കല്ല് ചേർക്കുന്ന സ്ഥലങ്ങളെല്ലാം കാണിക്കുമായിരുന്നു. കല്ലിൻ്റെ കാലൊക്കെ ഷോർട്ട് അടിച്ച് ഐസ് വന്നപ്പോഴാണ് ഇപ്പോൾ കല്ലിൻ്റെ കാലമൊക്കെ മാറിയത്, വെള്ളത്തിൻ്റെ കാലം. അപ്പം നമ്മൾ പതുക്കെ പതുക്കെ മെച്ചമായി പല മേഖലകളിലും മെച്ചമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണ്ട് ചോറെന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ കല്ല് കടിച്ചു ആൾക്കാർ നിലയും വിളിച്ചിരിക്കും, ചിലർ ചോറിട്ടിച്ചും പോകും. ഇതുപോലെ വിശ്വാസത്തിലും കല്ല് കടിക്കണ വിശ്വാസമുണ്ട്. വിശ്വാസത്തിൽ ചില ആൾക്കാരൊക്കെ കല്ല് ചേർത്ത് വെച്ചേക്കും. അതിൻ്റെ അകത്ത് വിശ്വാസത്തിലെ കല്ലെന്താണ്? സംശയം എന്ന് പറയും. സംശയത്തിന് വിശ്വാസത്തിൽ ചോറിൽ കല്ലുള്ളത് പോലെയാണ് വിശ്വാസത്തിലുള്ള കല്ലാണ് സംശയം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ വിശ്വാസ യാത്ര ചെയ്യുമ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് ഏറ്റവും ഷോർട്ട് പീരീഡ് കൊണ്ട് വിശ്വാസത്തിൻ്റെ ഫലം കിട്ടുന്ന ഒരു പ്രെയറാണ് ഉടമ്പടി. പക്ഷേ ആ ഷോർട്ട് പീരീഡിൽ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ഈ ഫലം കിട്ടുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ദൈവം നിങ്ങളുടെ അവിശ്വാസം നോക്കാതെ ദൈവം ഇങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് ആദ്യത്തെ കാലത്തേ ഉള്ളൂ കേട്ടോ. ഉടമ്പടിക്കാരറിയാം നിങ്ങളിപ്പോൾ അപ്പോൾ ഉടമ്പടിയിൽ ഇപ്പോൾ ആദ്യം ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കുറച്ച് അനുഭവം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കരുത് മൊത്തം ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെ തന്നെ ആയിരിക്കത്തില്ല. ആദ്യം 1-2 അനുഭവങ്ങൾ തരണം. ദൈവം ഇൻസെൻറ്റീവ് ചെയ്യണതാണത്. നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ ഒരു പരാധീനതയും ഇപ്പോഴത്തെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും കുടുംബത്തിൻ്റെ പശ്ചാത്തലവും എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഇൻസെൻറ്റീവ് തരണതാണ്. ഇപ്പം അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കത്തില്ലേ? പക്ഷേ 5 വയസ്സാകുമ്പോൾ പറയും നീ പോയി എടുത്ത് കുടിക്കണമെന്ന് പറയും, പാല് അടുക്കള ഇരിപ്പുണ്ടെന്ന് പറയും. ആ വിഷയമാരില്ലേ? ടോൺ മാറി. ഒരു കൊച്ചു കുടിക്കുന്ന സംഭവത്തിന് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ലെങ്കിലും ടോൺ മാറി അമ്മയുടെ. എന്താ കാര്യം? നമ്മൾ തന്നെ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാതെ ഈസി ആയിട്ട് കൊച്ച് വരുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. പണ്ടൊക്കെ ചില അമ്മമാർ ഒരു മുഞ്ചെന്ന് സാധനം ഉണ്ടായിരുന്നു, അത് അരച്ച് മുലക്കെണ്ണ പുരട്ടും. എന്താ കാര്യം? ചെന്നി നായകം അങ്ങനെയൊക്കെ പുരട്ടുമായിരുന്നു. ഇപ്പം പിന്നെ പെട്ട കാര്യം നിങ്ങൾ കൊടുക്കണില്ലല്ലോ നിങ്ങൾ. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കഴിച്ചിട്ട് കൊച്ചു കുടിക്കത്തില്ല. 4 വയസ്സുകാരൊക്കെ പണ്ട് ചില പറയല്ലേ, ചില അമ്മമാർ പറയും ഇപ്പം 4 വയസ്സ് വരെ എൻ്റെ മുല കുടിച്ചാണെന്ന് പറയും. ഇതൊന്നും വിശ്വാസത്തിൽ നടക്കത്തില്ല. വിശ്വാസത്തിൽ ഒരു ടൈം കഴിയുമ്പോൾ ആദ്യത്തെ ഇൻസെൻറ്റീവ് തരും, ബാക്കി പിന്നെ നമ്മളെല്ലാം സ്വന്തമായിട്ട് ഏൺ ചെയ്യണം. അതിനാണ് ഉടമ്പടിയുടെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഉള്ളത്. അങ്ങനെയാണ്. ആദ്യം നിങ്ങൾ ഓർക്കരുത്, ആദ്യം കിട്ടണത് തന്നെ ഉടമ്പടിയുടെ അനുഭവമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാം അങ്ങനെയല്ല. ആദ്യം നിങ്ങളുടെ പരുവക്കേട് കണ്ടിട്ടും പരാധീനത കണ്ടിട്ടും ദൈവം കോൺട്രിബ്യൂട്ട് ചെയ്യണതാണ്. എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പിടിച്ച് നിൽക്കുക, ഓക്സിജനൊക്കെ ഒന്ന് എടുത്തിട്ട് അല്പമൊക്കെ ബലം പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾ ഏൺ ചെയ്യണം, സമ്പാദിക്കണം. അതാണ് പറയുന്നത്. ആദ്യം എടുത്തപ്പോൾ തന്നെ ഭയങ്കര അനുഗ്രഹമായിരുന്നു, പിന്നൊരു അനക്കമില്ലാത്ത ദൈവത്തിനല്ല, നിങ്ങൾക്കാണ് അനക്കമില്ലാത്തത്. എന്താ കാര്യം? നിങ്ങൾ ഓർത്ത് ഇതുപോലെ റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഇങ്ങനെ പണം കുലുക്കണ മരം പോലെ ഈ സംഭവം കുലുങ്ങി വീഴത്തില്ല. നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കണം? അവൻ പറയണത് പോലെ ചെയ്യുക. അതാണ് സംഭവം.
അപ്പോൾ ആദ്യത്തെ ഒരു ടൈം കഴിയുമ്പോൾ പിന്നെ ഒരു ടഫ് ടൈമാണ്. അപ്പോഴാണ് നിങ്ങൾ ഉടമ്പടി പിന്നെ കിട്ടണതെല്ലാം നിങ്ങളുടെ അവൻ പറയണ പോലെ ചെയ്തതിൻ്റെ പേരിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ന്യായമായ ആനുകൂല്യങ്ങളായിരിക്കും. ആദ്യത്തേതെല്ലാം ഔദാര്യമാണ്. ഇപ്പോൾ ഗ്രാൻഡായിട്ട് തന്നെയാണത്. അത് തിരിച്ചടക്കേണ്ട കാര്യമില്ലാത്ത പോലെ നമുക്ക് കിട്ടത്തില്ല. അതുപോലെ ഗ്രാൻഡാണ്. പക്ഷേ ഒരു 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 ഒന്ന് രണ്ട് അനുഭവങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ചിലർക്ക് പെട്ടെന്ന് നിങ്ങൾ സ്വിച്ചിട്ട പോലെ നിൽക്കും. അപ്പം നിങ്ങൾ ഓർക്കും ഉടമ്പടി ഇത്രയേ ഉള്ളെന്ന്. അല്ല, നിങ്ങൾ ഇത്രയേ ഉള്ളൂ. അതാണ് പ്രശ്നം. ഉടമ്പടി ഇത്രയേ ഉണ്ടായിട്ടല്ല, നിങ്ങൾ ഇത്രയേ ഉള്ളൂ. എന്താ കാര്യം? ഇങ്ങനെ ഓസിന് കിട്ടുന്ന കാര്യം അങ്ങോട്ട് വെട്ടി വിഴുങ്ങിയിട്ട് കൈയും കെട്ടി പഴയതുപോലെ ഇരിക്കും. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം? ഇനി നിങ്ങളുടെ ഊഴമാണ്. അവൻ പറയണ പോലെ ചെയ്യണ ഊഴമാണ്. അതാരാണ് ദൈവസ്നേഹത്തോടെ ചെയ്യണത്? ദൈവസ്നേഹത്തോടെ ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് സംശയങ്ങൾ ഇല്ലാത്ത ഒരു വിശ്വാസം രൂപപ്പെടുത്തിയെടുക്കണം. പല ആൾക്കാർക്കും വിശ്വാസമുണ്ട്, പക്ഷേ പകുതി 50% സംശയവും 50% വിശ്വാസമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളെപ്പോഴും വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ അത് പ്രാർത്ഥിക്കുന്നത് തെറ്റില്ല. പക്ഷേ നിങ്ങൾ വിശ്വാസത്തിൻ്റെ മാത്രം മെക്കാനിസം കാണിച്ചാൽ റിപ്പയർ ചെയ്താൽ ഈ സാധനം വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളെന്താ കാര്യം? അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് സംശയം ദൂരീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സംശയം ദൂരീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നേഹത്തിൻ്റെ ലെവൽ കൂടിയാൽ മാത്രമേ സംശയം ദൂരീകരിക്കത്തുള്ളൂ. ചില ഭാര്യമാർക്ക് കെട്ടിയകാലം വരെ സംശയമാണ്. എന്താ കാര്യം? ഇവിടെ വർത്തമാനം രീതികളൊന്നും അവളോട് ആത്മാർത്ഥത ഉള്ളതായിട്ട് അവൾക്ക് തോന്നിയിട്ടില്ല. എന്താ പ്രശ്നം? അങ്ങനെ വരാൻ കാര്യം അതാ. ചില ഭാര്യമാർക്കും തിരിച്ചു വരും, ഭർത്താക്കന്മാർക്കും തിരിച്ചു വരും. ഇങ്ങനെ സംശയം വെച്ച് കഴിഞ്ഞാൽ ഈ സ്നേഹം കുറയുന്ന പോലെ അവർക്ക് തോന്നിയാൽ പിന്നെ സംശയം കൂടിക്കൊണ്ടേയിരിക്കും. ഡിമാൻഡുകൾ ചില ലേഡീസ് എപ്പോഴും പറയത്തില്ലേ, അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം എന്ന്. കാര്യമൊന്നും ഉണ്ടാകത്തില്ല, അവർക്ക് ആവശ്യമില്ലായിരിക്കും, എന്നാലും മേടിക്കണമെന്ന് പറയും. സ്നേഹം ഇല്ല. അപ്പോൾ പിന്നെ ആർക്കാണ് മരുന്ന് കൊടുക്കേണ്ടത്? സ്നേഹമാണ്, ലവ് ലെവലാണ് വർദ്ധിപ്പിക്കേണ്ടത്. ഉടമ്പടിയുടെ ഒരു ജീവശാസ്ത്രം, ബയോളജി ഓഫ് ദി കവനൻറ്റ്, അതിൻ്റെ ഗ്രോത്ത് വരുന്ന, അത് വളർന്നു വരുന്ന ഒരു ജീവശാസ്ത്രം അങ്ങനെയാണ്. സംശയങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കാൻ നോക്കുമ്പോൾ അതിന് സംശയം കുറയ്ക്കണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. പറഞ്ഞത് എന്താണ്? സ്നേഹം കൂട്ടണമേ. പക്ഷെ സ്നേഹത്തിനൊരു കുഴപ്പമുണ്ട്. ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലൊന്നും ദൈവം ഏക്കത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ തെളിയിക്കാൻ പറയും. അങ്ങനെയാണ് 3 പ്രാവശ്യം 10 ദിവസത്തോട് ചോദിച്ചു. അപ്പോൾ 10 ദിവസം അവസാനം പറഞ്ഞു സ്നേഹിക്കുന്നു അങ്ങേക്കെല്ലാം അറിയാമല്ലോ, എന്നാൽ തല കിഴക്കാൻ പാടും മരിക്കാൻ പറയും. അപ്പോൾ പണി കിട്ടും. മനസ്സിലായില്ലേ? സ്നേഹിക്കുന്നു 10 ദിവസം 3 പ്രാവശ്യം പറഞ്ഞ്. പക്ഷേ തൽക്കാലത്തൊക്കെ ആ പാഠം അവിടെ വെച്ച് ആ ടെസ്റ്റ് അവിടെ വെച്ച് അവസാനിക്കുകയാണ്. പക്ഷേ അത് കർത്താവ് പറയും, നീ പറഞ്ഞൊക്കെ ഞാൻ അംഗീകരിച്ചു, പക്ഷേ ഇതിനൊരു ടെസ്റ്റുണ്ട്. അതെന്താണ്? എനിക്കിട്ട കുരിശ് തല കിഴക്കാൻ പാടെ നിനക്കിട്ടും. അപ്പം നീ എന്ത് പറയും? അതാണ് സ്നേഹം. ചെല്ലണതല്ല, ചെയ്യണതാണ് സ്നേഹം. മനസ്സിലായില്ല? അതുകൊണ്ടാണ് അവൻ പറയണ പോലെ ചെയ്യാൻ പറയണത്. കർത്താവിൻ്റെ നാമത്തിൽ അവൻ്റെ സ്നേഹത്തെ പ്രതി നമ്മൾ എന്ത് ചെയ്തു എന്നാണ് ദൈവം നോക്കണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നിന്റെ സ്നേഹത്തിൽ വളരാൻ, വിശ്വാസത്തിൽ ഉയരാൻ, സംശയം കുറക്കാൻ എന്നെ സ്നേഹത്തിന്റെ പ്രവൃത്തികളുടെ സുവിശേഷത്തിന്റെ സാക്ഷികളാക്കണമേ. വിശ്വാസം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിൻ്റെ ഉടമ്പടി നമ്മൾ ഒരു ഡ്രൈവർ ആകുമ്പോൾ തന്നെ അതിൻ്റെ മെക്കാനിസ്റ്റും ആകണം. അത് മനസ്സിലായില്ലേ? നമ്മൾ ഉടമ്പടിയുടെ ഡ്രൈവറായിട്ട് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ഈ സാധനം ഇടയ്ക്ക് വഴി വീണാൽ ആരും സഹായിക്കത്തില്ല. അപ്പോൾ മെക്കാനിസം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ റിപ്പയർ ചെയ്തുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും.
അപ്പോൾ എന്താ സംഭവം? ഉടമ്പടിക്ക് വീഴ്ച വരാൻ സാധ്യതയുള്ളത് സ്നേഹം, ദൈവസ്നേഹം കൂട്ടാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ദൈവസ്നേഹം കൂട്ടാൻ വേണ്ടി പ്രവർത്തനമല്ലാതെ അവിടെ കൊണ്ട് പ്രാർത്ഥന കൊണ്ടോ ചൊല്ലൽ കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ചെയ്യണ കാര്യങ്ങൾ അളിഞ്ഞ മോന്തയമായിട്ട് ചെയ്യരുത്. എനിക്ക് തന്നെ ഈ അളിഞ്ഞ മോന്തക്കാരെ കാണുമ്പോൾ തന്നെ എനിക്ക് പറയും, എന്താ കാര്യം? ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്മാർട്ടായിട്ട് നിൽക്ക്, മാതാവിൻ്റെ അടുത്തല്ലേ നിൽക്കണത്, അല്ല നിങ്ങൾ ചായക്കടയിലും ആശുപത്രിയിലും അല്ലല്ല നിൽക്കണത്. ആശുപത്രിയിലാണെങ്കിൽ ഈ മരുന്ന് കഴിച്ചാൽ ശരിയാകുമോ ഇല്ലേ, ഈ ഡോക്ടറാണ്, അതിന് വേറെ ഡോക്ടറുണ്ടാ. പല ഡോക്ടറിനെ കുറിച്ച് നമ്മളോട് പല ആൾക്കാർ പറഞ്ഞിരിക്കണ കാരണം നമ്മളൊരു ആശുപത്രിയിലും ഇത് തന്നെ ആയിരിക്കുമോ നമ്മുടെ യഥാർത്ഥ ഡോക്ടർ, ഇത് തന്നെ ആയിരിക്കും ആശുപത്രി, ഇങ്ങേര് തന്നെ കുറിച്ച് തന്നെയായിരിക്കും ആ കറക്റ്റ് മരുന്ന്, അങ്ങേര് കുറിച്ച് തന്നെ കറക്റ്റായാൽ പോലും നമുക്ക് അങ്ങനെ സംശയമായിരിക്കും. അതുകൊണ്ടാണ് ഈ അളിഞ്ഞ മോന്ത വന്നത്. ഉടമ്പടി എന്ന് പറയുന്ന ഒരു സ്മാർട്ട് പ്രോജക്റ്റാണ്. കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഇവിടെ ഇന്നലെയൊക്കെ അവർ പറഞ്ഞു, നിങ്ങൾ സന്തോഷമായിട്ട് പോകും. എന്താ കാര്യം? ഇത് ശരിക്കും മാതാവിൻ്റെ അടുത്ത് നിന്ന് പോകുന്നവർ അവർ കൃത്യമായിട്ടുള്ള ആൾക്കാരുടെ അമ്മ കൂടെ പോകും. കാര്യം നിങ്ങളുടെ ചില ആൾക്കാരുടെ കൂടെ വരാത്തതിൻ്റെ കാര്യം നിങ്ങൾ അളിഞ്ഞ മോന്തയായിട്ട് വരണേ, ചത്തവൻ്റെ വീട്ടിൽ മരിച്ചവരിക്കണവർ അടുത്ത ആൾ അങ്ങോട്ട് പോവുകയും ചെയ്യും. ഇതെല്ലാം മാതാവ് കാണുന്നുണ്ടല്ലേ. അതിൻ്റെ അടുത്ത് ഈ പന്നി വിശ്വസിക്കണില്ല എന്നുള്ളത് അമ്മയ്ക്ക് അറിയാം. പിന്നെ ഇതിൻ്റെ കൂടെ പോയിട്ട് എന്നാ കാണിക്കാനാണ്? അതാണ് നിൻ്റെ കൂടെ വന്നിട്ട് എന്നാ കാണിക്കാനാണ്. പക്ഷെ നിനക്ക് നല്ല ദൈവസ്നേഹമുണ്ട്, നല്ല പ്രത്യാശ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലേ അമലു എന്നും പറഞ്ഞൊരു കുഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞാണ്. അമലുവിൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞത്, അമലു ഉള്ളതുപോലെ മാതാവിനോട് പറയുന്ന ആളാണ്. അമൽ പറഞ്ഞു, 10 കൊല്ലയുടെ മക്കളില്ലേ ആളിന്. അപ്പോൾ പല ചികിത്സ കഴിഞ്ഞിട്ട് മക്കൾ എന്നുള്ള കാര്യം ആ ചാപ്റ്റർ അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ജീവിച്ചോളാമെന്നുള്ള ഒരു മനസ്സിനെ അങ്ങനെ പഠിപ്പിച്ചു, അങ്ങനെ കുഴപ്പമില്ലാതെ പോവുകയാണ്. അപ്പോഴാണ് ആൾക്കാർ പറയണത്, കൃപാസനം മാതാവ് 25 വർഷമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് പുതിയൊരു അധ്യായം ആണ് ശരിക്കും തുറന്നത് ജീവിതത്തിൽ. അതാണ് സംഭവം. പിന്നെ അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണില്ലേ, അതാണ് സുവിശേഷം എന്ന് പറയണത്. നിങ്ങൾ പറയാതിരിക്കരുത്. നിങ്ങൾക്ക് പറയാൻ കഴിവുണ്ടെന്നും നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്നും ഒക്കെ അമ്മയ്ക്കറിയാം. ഇവിടുത്തെ നിങ്ങൾ പണി മേടിക്കാൻ പോണ എപ്പോഴാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഇത് പ്രേമത്വമാണ് നിങ്ങൾ ബന്ധുക്കൾ പറഞ്ഞിട്ട് അവിടെ ഞെളിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് നിങ്ങളുടെ പഴയ ഹിസ്റ്ററിയും ദൈവത്തിന് അറിയാം. നിങ്ങൾ പണി മേടിക്കണ വഴികൾ ഞാൻ പറയുകയാണേ. എന്ന് വെച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ചില ഗുണങ്ങൾ, നിങ്ങൾ വീട് വെച്ച കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിട്ടി വീണ കാര്യം ഒക്കെ നിങ്ങൾക്ക് നന്മയുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് പറയണ സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത്. അത് എപ്പോഴായാലും നിങ്ങൾ പറയും. പള്ളിയിൽ നിന്ന് വരുമ്പോഴായാലും പോകുമ്പോഴായാലും ഫോൺ എടുക്കുമ്പോഴും പറയും. പക്ഷേ ദൈവം നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച കാര്യം നിങ്ങൾ പറയത്തില്ല. അത് നിങ്ങൾ ആത്മശോധന ചെയ്യേണ്ട ഉടമ്പടി പാപമാണ് ശരിക്കും. ഇപ്പോൾ ഈ ഉടമ്പടി കുമ്പസാരം എന്ന് പറയുമ്പോൾ ഞാൻ അച്ഛന്മാരുടെയൊക്കെ ആദ്യമൊന്നും സംസാരിക്കത്തില്ല. കാര്യത്തിൽ എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് ഉടമ്പടി കുമ്പസാരത്തെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്താ ഉടമ്പടി കുമ്പസാരം എന്ന് പറയണത്? അത് കരിസ്മാറ്റിക് കുമ്പസാരമോ ഇടവക വാർഷിക ധ്യാനം കുടുംബ കുമ്പസാരമോ അല്ല. ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു വ്യക്തി ഉടമ്പടിയിൽ ദൈവവുമായിട്ട് ജീവിച്ച് കഴിയുമ്പോൾ ആ വ്യക്തി കൈവരിക്കേണ്ട ചില ആധ്യാത്മിക ഔന്നത്യങ്ങളുണ്ട്.
അവിടം വരെ എത്തിയില്ലെങ്കിൽ ഉപേക്ഷ എന്ന പാപമാണത്. മനസ്സിലായില്ലേ? അവിടം വരെ. അപ്പോൾ ഒരു ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഒരു വ്യക്തി കൈവരിക്കേണ്ട ആധ്യാത്മികമായ ഔന്നത്യമുണ്ട്. ആ വ്യക്തി അതനുസരിച്ച് വളർന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഉടമ്പടി പാപമായിട്ട് വരും, ഉപേക്ഷ എന്ന പാപമായിട്ട് വരും. എന്താ കാര്യം? നിങ്ങളുടെ പഴയ ഫയൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങളും, മക്കളുടെ കാര്യങ്ങളും, മരുമക്കളുടെ കാര്യങ്ങൾ പോലും നിങ്ങൾ നാട്ടുകാരെ കെട്ടിയെഴുന്നള്ളിക്കുന്ന ആളാണ്, പറയുന്ന ആളാണ്. സ്വന്തം കേമത്വത്തിന് വേണ്ടിയായിരിക്കും അത് പറയണത്. പക്ഷെ ദൈവം നിങ്ങൾക്ക് തന്ന കാര്യങ്ങളെ പലതും നിങ്ങളെ പറയണില്ല. അഥവാ ഇനി ദൈവം തന്ന കാര്യം പോലും പറയണത് നിങ്ങളുടെ അക്കൗണ്ടിലായിരിക്കും. ഇവിടെ വന്നിട്ട് സാക്ഷിയൊക്കെ പറയും, ഞങ്ങൾക്ക് വീടില്ലായിരുന്നു, സ്ഥലമില്ലായിരുന്നു, വഴിയില്ലായിരുന്നു, അമ്മയടുത്ത് വന്നപ്പോൾ അമ്മ വീട് തന്നു, സ്ഥലം തന്നെന്നൊക്കെ പറയും. ഇവിടെ വന്ന് പറയും. പക്ഷേ നാട്ടിൽ ചെന്നിട്ട് എന്ത് പറയും? യൂട്യൂബിൽ ഈ സാധനം വന്ന കാര്യം നിങ്ങൾ നാട്ടുകാരറിഞ്ഞ കാര്യം നിങ്ങൾക്കറിയത്തില്ല. നിങ്ങളെ പഴയ സ്വഭാവം അനുസരിച്ച് നാട്ടുകാരോട് പറയും, ഭയങ്കര കഷ്ടപ്പെട്ടാണെങ്കിൽ ഞാൻ മുണ്ട് മുറുക്കി കൊടുത്താണെങ്കിൽ ഒരു വീട് വാങ്ങിച്ച്. അപ്പോൾ മുണ്ട് മുറുക്കി കൊടുത്തത് നിങ്ങൾ, മാതാവ് ഞൊട്ടി. അല്ല സംഭവം ഇതാണ്. ഒരു സാധനത്തിൻ്റെ വേർഷമ്പടം കണ്ടില്ലേ? അതാണ് ഞാൻ പറയും, ഓർഡർ തമ്മാവ ആളറിയാം. അത് ഞാനല്ല പറയണം, പുള്ളിക്കാരത്തി പറഞ്ഞോളൂ. ആളെ കാണുമ്പോൾ തന്നെ പറയും, ചുമ്മാ ഉടായിപ്പാണ്, അനുഗ്രഹം അടിച്ചു മാറ്റാൻ വന്നിരിക്കുകയാണ്, കിട്ടിക്കഴിഞ്ഞാൽ അത് അവളുടെ അക്കൗണ്ടിൽ മാത്രമേ അവളെ കെട്ടി എഴുന്നള്ളിക്കത്തുള്ളൂ എന്നറിയാം. ഇങ്ങനെയുള്ള അഭ്യാസം ഉടമ്പടി നടക്കത്തില്ല. അതുകൊണ്ട് സത്യസന്ധരായിരിക്കാൻ നോക്കുക, പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സത്യസന്ധമായി നീ തന്ന നന്മകളെ എടുത്തുയർത്തി പൊതുജനങ്ങൾക്ക് കൈമാറിക്കൊണ്ട് സുവിശേഷമാകുവാനും സുവിശേഷമേകുവാനും എന്നെ അങ്ങയുടെ രക്ഷയുടെ സാക്ഷിയാക്കണമേ, രക്ഷയുടെ സാക്ഷിയാക്കണമേ. മറ്റുള്ളവരുടെ മുമ്പിൽ ഈ തന്ന നന്മകൾ പ്രകീർത്തിക്കുവാൻ ഇപ്പോൾ ഉടമ്പടി ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള പ്രെയറാണ്. 90 ദിവസമാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയണത്, ഫസ്റ്റ് യൂണിറ്റ്. അപ്പോൾ 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല വിഷയം. ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല, ദൈവവും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ എന്ത് സംഭവിക്കുന്നു. ഇപ്പം ഞാൻ അവളുടെ മഞ്ജുഷയുടെ അമലുവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അമലു പെട്ടെന്നാണ് മാതാവുമായിട്ട് നല്ല സീരിയസ് റിലേഷനിൽ വന്നത്. എന്നിട്ട് മാതാവിനോട് പറഞ്ഞ എന്താ, കഴിഞ്ഞ ഡിസംബറിൽ അമലു വന്നിട്ട് പറഞ്ഞ്, അമ്മേ ഇത് ഡിസംബർ മാസമാണ്, ഇറ്റ് ഈസ് എ ഹോളി മന്ത്, വളരെ വിശുദ്ധമായൊരു മാസമാണ്, അമ്മയ്ക്ക് ഈശോനെ കിട്ടിയ മാസമാണ്, എനിക്ക് ഒരു കുഞ്ഞിനെ തരണം. കണ്ട എന്ത് സിമ്പിളാണ് ആ പ്രെയർ. അവൾ ആ മാസം ഗർഭിണിയായി. അപ്പോൾ ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യണം. ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് കോമൺ ഫെയ്ത്ത് ഓഫ് ദി കോമൺ പീപ്പിളാണ്. നമുക്ക് സംഭവിച്ചത് വിശ്വാസത്തിന് ഒരു സാങ്കേതിക ജഡിലതയിൽ അപ്രാപ്യമായിട്ട് സാങ്കേതിക ജ്ഞാനമായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടത് കാരണം ഈ വിശ്വാസത്തിൻ്റെ നല്ല ഫലങ്ങൾ താഴേക്ക് വരത്തില്ല. താഴേക്ക് വരുത്താൻ വേണ്ടി വല്ല രാഷ്ട്രീയ കഥകളോ നാട്ടുകഥകളോ, അവിടെ കല്ലില്ല ഇവിടെ കല്ലില്ല എന്നൊക്കെ പറഞ്ഞ് പുൾപ്പിറ്റ് ആ പാടെ കുളമാക്കി കളയും. ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ വഴികൾ പറഞ്ഞു കൊടുക്കാനും ദൈവാനുഭവത്തിലേക്ക് ജനങ്ങളെ നയിക്കാനും അവർ അനുഭവിച്ച് പരിചയിച്ച ആധ്യാത്മികതയുടെ ചില പുഴുക്കുത്തുകളെ എടുത്തു മാറ്റിയിട്ട് അതിനെ ക്രെഡിലൈസ് ചെയ്തിട്ട് അതിലവരെ ബൂസ്റ്റ് ചെയ്യുകയാണ് ഉടമ്പടി ചെയ്യണത്. എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് സംസാരിക്കാൻ നല്ലോണം അറിയാം, അപ്പോൾ ദൈവത്തോട് നിങ്ങളെ അമ്മയെന്നല്ലേ വിളിക്കണത്, അല്ലേ? അല്ല കളക്ടർ എന്നല്ലേ വിളിക്കണത്, അമ്മ. അപ്പോൾ നമുക്ക് ആ ഒരു അമിക്കബിലിറ്റി ഉണ്ട് പ്രെയറിൽ. അപ്പോൾ നിങ്ങൾ അമലു എന്താ ചെയ്യണത്, അമ്മേ ഇതൊരു നല്ല മാസമാണ്, നല്ല വിശുദ്ധമായ മാസമാണ് ഡിസംബർ, അമ്മയ്ക്ക് ഉണ്ണീശനെ കിട്ടിയ മാസമാണ്, എനിക്ക് ഒരു കുഞ്ഞിനെ തരണം. സിമ്പിളല്ലേ പ്രെയർ? ഇതിനേക്കാൾ വലിയ പ്രാർത്ഥന എന്തുകൊണ്ട്? ആ പ്രാർത്ഥന അപ്പം തന്നെ അമ്മ പച്ചമഷിക്ക് അങ്ങോട്ട് ഒപ്പിട്ട് സാങ്ഷൻ ചെയ്യുകയാണ്. ആ ആഴ്ച തന്നെ അവൾ പ്രേ ഉണ്ടാകുകയാണ്. എന്ത് രസമാണ് കേൾക്കാൻ. അവളെ കുഞ്ഞിനെയും കൊണ്ടാണ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇവിടെ. 10 കൊല്ലമായിട്ട് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലായിരുന്നാണ്.
നമുക്കൊരു സങ്കല്പമില്ലാത്ത സംഭവങ്ങളെല്ലാം മാതാവ് ഇതെല്ലാം നമുക്ക് തൊടാവുന്ന രീതിയിൽ അനുഗ്രഹമായിട്ട് കൈ തരും. പക്ഷെ നമുക്കെന്താ വേണ്ടത്? അമലുവിന് സംശയമില്ല അവൾ പറയുന്നതിൽ. ആ വർത്തമാനം കേട്ടാൽ മനസ്സിലാവും, സ്നേഹം മാത്രമേ ഉള്ളൂ, അതിൽ സംശയമില്ല. ആ വർത്തമാനം സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. എന്താണ്? ഓ, ഞാനിങ്ങനെയൊക്കെ പറയണേ, കിട്ടുക വെറുതെ, ഇത് രൂപമല്ലേ, അമ്മയല്ലല്ല. അവിടെയൊക്കെയാണ് പ്രശ്നം വേണ്ടത്. ഇത് രൂപമല്ലേ, അമ്മയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വങ്കന്മാർക്കാണ് ഇങ്ങനെയൊക്കെ തോന്നണത്. കാരണം അതായത് അനുഭവമുള്ളവർ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണിത്. ഞാനിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ അമ്മയോടാണ് സംസാരിക്കുന്നത്. ആ ഒരു എല്ലവെന്ന് പറഞ്ഞാൽ ആത്മബന്ധത്തിൻ്റെ ആന്തരികതയാണ്. അതെന്ന് പറയണത് ധ്യാനത്തിനേക്കാൾ വലിയ സംഭവമാണ്. ആത്മബന്ധത്തിൻ്റെ ആന്തരികത നമുക്കറിയാമല്ലോ. നമ്മൾ എന്ത് ജ്ഞാനം, ഇപ്പോൾ എന്ത് കറണ്ട്, എത്ര കറണ്ട്, നിങ്ങളൊരു കാര്യം സിമ്പിളായിട്ട് മനസ്സിലാക്കണേ. എത്ര കറണ്ട് ഇടുക്കിയിലുണ്ടാക്കിയാലും നാട്ടിൽ വരണത് എന്തിലൂടെയാണ്? ഒരു വയറിലൂടെയാണ് വരണത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്ര കിലോ വോട്ട് കറണ്ട് ഉണ്ടാക്കിയാലും വരണത് കമ്പിയിലൂടെയാണ്. അല്ലാതെ കമ്പിയില്ലാതെ കറണ്ട് നമുക്ക് വയർലെസ് സൗണ്ട് വരും. സൗണ്ട് വയർലെസ്സിലൂടെ വയറില്ലെങ്കിലും വരും. പക്ഷേ കറണ്ട് വയർലെസ്സായിട്ട് വരത്തില്ല. നമ്മൾ എത്ര വോട്ട് കറണ്ട് ഉണ്ടാക്കിയാലും വരണത് കമ്പിയിലൂടെയാണ്. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് എന്ത് പഠിച്ചാലും, സ്വർഗത്തിൽ പോയി കുത്തിയിരുന്ന് പഠിച്ചാലും ട്രാൻസ്മിഷൻ പ്രാർത്ഥനയിലൂടെ വരത്തുള്ളൂ. അതെപ്പോഴും മനസ്സിലാക്കണം. പിടിയിടിയാ. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് എന്ത് ശാസ്ത്രം പഠിച്ചാലും ശരി, ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രാർത്ഥനയിലൂടെ വരത്തുള്ളൂ. അല്ലെങ്കിൽ പ്രാർത്ഥനാ നിർഭരമായ പ്രവർത്തനങ്ങൾ, അതിൻ്റെ കണ്ടൻറ്റ് വൈസ് സ്നേഹമാണ്, അല്ല വേറെ ഒന്നുമല്ല. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ അകത്തുള്ള കുഴപ്പം, അതിൻ്റെ അകത്ത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ സംശയത്തിൻ്റെ ഒരു ചേരുവക ഉണ്ടാകും. അതുകൊണ്ട് ദൈവം നിങ്ങൾ വിശ്വാസത്തെ ഒത്തിരി ഇട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് റിപ്പയർ ചെയ്യാൻ നോക്കണ്ട, ടൈം എടുക്കും. അതിന് പറയും നിങ്ങളെന്താ ചെയ്യേണ്ടത്? ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണം. എന്താ കാര്യം? സ്നേഹം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തോടൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാത്ത് ചില ആൾക്കാർ പറയുന്നത്, എൻ്റെ അച്ഛ എന്ത് ചെയ്യാനാണ് അച്ഛ, എൻ്റെ മാല അവൾ കൊണ്ടുപോയി, ഇപ്പം തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. അവളുടെ മാല ചിട്ടിക്ക് എടുത്തപ്പോൾ പണയം വെച്ച് പോയി. അങ്ങനെ ആ മാല, അപ്പോൾ അവൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് ഇരവ് എന്നോട് ചോദിച്ചതാണ്. പാവപ്പെട്ടവരുടെ ജീവിതം ഭയങ്കര കഷ്ടമാണ്. അങ്ങോട്ട് ചോദിക്കൊടുക്കും. അവർ എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും? അവർ അപ്പുറത്തെ കല്യാണത്തിന് പോകാൻ വേണ്ടി മേടിച്ച മാലയാണ്. പക്ഷേ ആ പന്നി അതിനല്ല ചെയ്തത്, അവർ വിറ്റ് കളഞ്ഞ സാധനം. ഈ മനുഷ്യരോട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? പിന്നെ എന്നെ പറ്റിപ്പാണ് ആൾ, എൻ്റെ മാല ഊരിക്കൊണ്ടുപോയി എന്നോട് ചോദിക്കാൻ വിറ്റ ആളാണ്, ഇനി എൻ്റെ അടിച്ചതിൻ്റെ അകത്ത് അവളെ കയറ്റത്തില്ലെന്ന് പറയും. പക്ഷെ ഉടമ്പടി എടുത്താൽ പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം? നമ്മൾ ദൈവത്തെയാണ് സ്നേഹിക്കണത്. പിടിയിടിയാ. അപ്പം നിങ്ങൾക്കിട്ട് പണി തന്ന ആൾക്കാരോടും നിങ്ങൾ ഉടമ്പടിയോട് കൂടി നിരപ്പാകാൻ നോക്കണം. കാര്യം വിശ്വാസമല്ല വലുത്. എന്താണ്? സ്നേഹമാണ്. കാര്യം എന്താണ്? ആ മാലയെക്കാളും നാസ്തുവിനോടുള്ള വൈരാഗ്യത്തെക്കാളും എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നവൻ എന്താ പറഞ്ഞിരിക്കണത്? നിങ്ങൾ ശത്രുവിനായാലും എന്നെ പ്രതി സ്നേഹിക്കണം. അതാ പ്രശ്നം. അത് എന്നിട്ട് കർത്താവ് ചോദിക്കും, സ്നേഹിക്കുന്നവരെ മാത്രമാണ് നിങ്ങൾ സ്നേഹിക്കണമെങ്കിൽ പ്രതിഫലത്തിന് എന്താണ്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. മത്തായി 5:46. മത്തായി 5:46. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ. കേട്ടോ എന്താ പറയണത്? നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? അതെന്താ സംഭവിച്ചു കഴിഞ്ഞാല്, ഈ ചുങ്കക്കാരാണെങ്കിൽ പോലും അവര് സ്നേഹിക്കുന്നവർക്ക് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് നമുക്ക് റിവാർഡൊന്നുമില്ല. പ്രതിഫലം എന്ന് പറഞ്ഞാൽ ആര് തരേണ്ടതാണ്? ഇതാ ഞാൻ വരുന്നു, എൻ്റെ പ്രതിഫലവും കൊണ്ട് വരുന്നു എന്നാണ് പറയണത്. കൃപയുടെ അവസാന കാലത്തിൻ്റെ വരവിന്, അവസാന കാലത്തെ വരവിൽ പറയണത്, ഇതാ ഞാൻ വരുന്നു, എൻ്റെ പ്രതിഫലവും കൊണ്ട് വരുന്നു, അഥവാ എൻ്റെ സമ്മാനവും കൊണ്ട് വരുന്നു. അപ്പോൾ അതാരാണ്? ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് പ്രതിഫലം എന്ന് പറയണത്.
ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതിനാണ് പ്രതിഫലമെന്ന് പറയണത്. അതെങ്ങനെ കിട്ടണം നമുക്ക്? അത് നമുക്ക് കിട്ടണം, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ ദൈവത്തിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഓക്കെ അല്ലേ? പറച്ച് എന്ത് ചെയ്യണം? ശത്രുക്കളെ സ്നേഹിക്കണം, ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കണം. സെൻറ്റ് പോൾ പറയും, ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. ഇതിനെ ഉടമ്പടിക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കുകയാണ്, ജീവിതം പുനഃക്രമീകരിക്കുകയാണ്. എന്താ ഇത് പെട്ടെന്ന് സ്പീഡാക്കാനുള്ള മാർഗ്ഗമാണ്. ഉടമ്പടി അനുഭവങ്ങളെ പെട്ടെന്ന് സ്പീഡാക്കാനുള്ള മാർഗം. സ്പീഡാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ റോഡിലൊക്കെ ചില റോഡുകളൊക്കെ പോയാൽ നമുക്ക് ഭയങ്കര സ്ലോ ആയിരിക്കും. കട്ടറും അല്ലേ, ബമ്പും ഹമ്പും കട്ടറും എല്ലാം കൂടി അങ്ങനെ വിടും. പക്ഷേ അങ്ങനെയല്ല, ഇതെല്ലാം നിരപ്പാകും. ജനങ്ങളുമായിട്ട് നമ്മൾ നിരപ്പായി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സ്പീഡ് കൂടും. അതുകൊണ്ടാണ് സെൻറ്റ് ജോണൊക്കെ പറയണത്. എന്താ പറയണത്? കുന്നും മലയും നിരപ്പാക്കുവിൻ. അതാണ് സംഭവം. കുന്നും മലയും വളഞ്ഞവ ഋജുവാക്കപ്പെടും. അപ്പം നേരെ എല്ലാ വിഷയത്തിൻ്റെ പിന്നിലും സൂത്രപ്പണികളൊന്നും പറ്റത്തില്ല, മറിച്ച് നേരെ പോകാൻ പറ്റത്തുള്ളൂ. നമുക്കിത് സാമ്പത്തിക നഷ്ടം മാനുഷികവും ഭൗതികമായിട്ടും ഉണ്ടായാലും സൂത്രപ്പണി പറ്റത്തില്ല. അപ്പോൾ ഇതിന് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, ഉടമ്പടിയിലേക്ക് വരുമ്പോൾ സ്പീഡാകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? ഈശോ വരാൻ പോയപ്പോൾ യോഹന്നാൻ എന്താ പറഞ്ഞത്? യോഹന്നാൻ പറഞ്ഞത് എന്താണ്? വൃക്ഷങ്ങളുടെ വേരിന് കോടാലിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഫലം തരാത്ത വൃക്ഷങ്ങളെ വെട്ടി തീരെറിയപ്പെടും. എന്നിട്ട് പറഞ്ഞാൽ കുന്നും മലയും നിരപ്പാക്കപ്പെടും. അപ്പോൾ ഇങ്ങനെ നേരെ ആക്കി കഴിഞ്ഞാൽ, അതായത് വളവ്, വഞ്ചന, ചതി, പറ്റിപ്പ്, ഇങ്ങനെയുള്ള ഓരോ കുടില സൂത്രങ്ങളൊക്കെ എല്ലാം റെക്ടിഫൈ ചെയ്യണം. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കവിടെ നഷ്ടവും ലാഭവും നോക്കരുത്. ദൈവമാണ് ഏറ്റവും വലിയ ലാഭം. പിടികിട്ടുന്നുണ്ടോ? ദൈവമാണ് ഏറ്റവും വലിയ ലാഭം. അതായത് ഒരു പശു നമ്മൾ 40,500 രൂപയ്ക്ക് വാങ്ങിച്ചു. അതിനെ വിറ്റപ്പോൾ 35,750 രൂപ. ലാഭമോ നഷ്ടമാണ്? നഷ്ടം. പക്ഷേ ആൾക്കാർ ചിലർ പറയും, മറ്റത് 500 രൂപയല്ലേ, ഇപ്പോൾ 750 രൂപ കിട്ടിയല്ല എന്ന് പറയും. ആൾക്കാരെ അളക്കണത് ഇങ്ങനെയാണ്. വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവത്തെപ്പോലും അളക്കണത് ഇങ്ങനെയാണ്. അതായത് നിങ്ങൾ ക്യാഷ് ആൻഡ് കൈൻഡ് വെച്ചുകൊണ്ടാണ് ദൈവത്തെ അളക്കണത്. എന്നിട്ട് നിങ്ങൾ വിചാരിക്കണത് ദൈവമാണ് ഏറ്റവും വലിയ ലാഭം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തെ കണക്കാക്കേണ്ടത്, നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ രൂപയുടെ ലാഭവും എടുത്തിട്ട് നഷ്ടമെടുത്തിട്ട് അത് വലിയ നഷ്ടമാണ് നിങ്ങൾ കൊട്ടിക്കോഷിച്ച് മോന്തം കയറ്റിയിരിക്കരുത്. മറിച്ച് എന്താണ്? ദൈവത്തെ കിട്ടാൻ വേണ്ടി കുറേ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ജീവിതത്തിൽ. ചിലപ്പോൾ ക്ഷമയായിരിക്കും, ചിലപ്പോൾ നന്മയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്ക് അനപേക്ഷണീയമായിട്ട് ജീവിതം ഒന്ന് പുനഃക്രമീകരിക്കുന്നതാണ്. അത് അങ്ങേര് പശ്ചാത്താപത്തിൻ്റെ ജ്ഞാനസ്ഥാനമാണ് നൽകിയത് യോഹന്നാൻ മാന്താന. അപ്പോൾ ഈശോ വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനസ്ഥാനം നൽകി. പക്ഷേ ആ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനസ്ഥാനം നൽകിയപ്പോഴേ കർത്താവ് കുന്നും മലയും നിരപ്പാക്കണ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാം. അതെന്താണ്? സ്നേഹം, ക്ഷമ, ദയ, നന്മ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 5:22-23. ഗലാത്യർ 5:22-23. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇതെന്ത് വരുന്ന വെച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല. റോമ 5:5 വായിച്ചേ. ഈ റോമ 5:5 ഗലാത്യർ 5:22 നമ്മൾ കണക്ഷൻ ഉണ്ടെന്നാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന സൂചന.
ഗലാത്യർ 5. റോമ 5:5. ആ, റോമ 5:5. ആ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഒന്ന് പറഞ്ഞ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രത്യാശ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്നേഹം ചൊരിഞ്ഞു എന്നതിൻ്റെ അർത്ഥം. ക്ലിയർ അല്ലേ? നമുക്ക് പ്രത്യാശ ഉണ്ടെങ്കിൽ സ്നേഹം നമ്മളിലേക്ക് ചുരിഞ്ഞു എന്ന അർത്ഥം. നമുക്ക് ദൈവസ്നേഹം വന്നു എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അച്ഛനും പറയും, എല്ലാവരും പറയും ദൈവസ്നേഹം. പക്ഷെ നമ്മളിലേക്ക് ദൈവസ്നേഹം വന്നു എന്ന് എങ്ങനെ അറിയാൻ പറ്റുമെന്നാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഓൺലൈനിൽ പറയണത്. എന്താ പറയണത്? അതായത് ഒന്ന് റോമർ 5 വായിച്ച്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഒന്ന് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾക്ക് ഒരു വിഷയത്തിൽ പ്രത്യാശ ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞു എന്നതിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്താണ്? അത് സമാധാനമാണ്. ഈ പ്രത്യാശ എന്ന് പറയുന്നത് തന്നെയാണ് സമാധാനം. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കണ്ടില്ലേ? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഉടനെ ഫലം വന്ന്. എന്താണത്? ഗലാത്യർ 5:22 വായിച്ചേ. ഗലാത്യർ 5:22-23. ഗലാത്യർ 5:22-23. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ. അതായത് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ. ഈ സമാധാനവും ക്ഷമയും എന്തിനുള്ളതാണ്? അത് തന്നെയാണ് ഈ പ്രത്യാശയുടെ കടുപ്പിച്ചിരിക്കുന്ന മനോഗുണങ്ങളെന്ന് പറയണത്. അതായത് നമ്മൾക്കൊരു വിഷയത്തിൽ പ്രത്യാശ ഉണ്ടെങ്കിൽ നമുക്കെന്തുണ്ടാകും? സമാധാനം ഉണ്ടാകും. പ്രത്യാശ ഉണ്ടെങ്കിൽ നമുക്കെന്തുണ്ടാകും? സമാധാനം ഉണ്ടാകും. ഈ പ്രത്യാശ സമാധാനം ഉണ്ടാകുമ്പോഴേ സ്വാഭാവികമായിട്ട് നമുക്ക് സമാധാനം കഴിഞ്ഞുള്ള ഫലം എന്താണ്? ക്ഷമയാണ്. ക്ഷമ എന്താണ്? കാത്തിരിക്കുന്ന സ്നേഹമാണ് ക്ഷമ. ആരുടെ കാത്തിരിക്കുന്ന സ്നേഹം? ദൈവത്തിൻ്റെ സ്നേഹത്തെ കാത്തിരിക്കുന്നു. മനസ്സിലായില്ലേ? കാത്തിരിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറഞ്ഞാൽ. ഗാന്ധിജി പറയുന്ന വെജിറ്റബിൾ കഴിക്കുന്ന ആൾക്കാരുടെ ക്ഷമയല്ല. ഇപ്പോൾ ഒരു സായിപ്പ് പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗാന്ധി വന്ന് സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിയുടെ കൂടെ ഇരുന്നെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഉടനെ വെള്ളക്കാരൻ്റെ കൂടെ കറുത്തവൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ അയാൾ അടിച്ചെന്ന് പറഞ്ഞ്. അപ്പോൾ അടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഗാന്ധി സൗമ്യമായെന്ന് പറഞ്ഞ്, ശാന്തമായെന്ന് പറഞ്ഞ്. അതൊരു ക്ഷമയാണ്. അതിന് വെജിറ്റബിൾ ക്ഷമയെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി മാത്രം കഴിച്ച് ജീവിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ട് ക്ഷമയുണ്ടാകും. പന്നി ഇറച്ചിയും പശു ഇറച്ചി കഴിക്കുന്നവർക്ക് ചൂടുണ്ടാകും. അത് നമ്മുടെ ബോഡിയും നമ്മൾ കഴിക്കുന്ന ആഹാരവും ശരീരത്തിൻ്റെ ചൂടും അവൻ്റെ പ്രവർത്തനങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യ ഓരോരുത്തർ യുദ്ധത്തിന് പോയിട്ടില്ലല്ലോ. അവരടുത്തും പോയാ? ഇന്ന് വരെ ഇന്ത്യക്കാരൻ യുദ്ധത്തിന് പോയിട്ടില്ല. നമ്മുടെ മേക്കെട്ട് കയറാൻ വന്നിട്ടേ ഉള്ളൂ. നമ്മളെന്താ യുദ്ധത്തിന് പോകാഞ്ഞത്? നമ്മുടെ സസ്യബുക്കുകളാണ്. ബേസിക്കായിട്ട് സസ്യബുക്കുകളാണ്. 5000 കുറച്ച് ചരിത്രം എടുത്താൽ ഓരോരുത്തരും പോയി ആക്രമിച്ച് ആരെങ്കിലും വന്നപ്പോൾ അളമുട്ടിയ തിരിഞ്ഞ് കടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ വായിക്കയറി പല്ലുണ്ടാന്ന് നോക്കിയപ്പോൾ കടിച്ചെന്നല്ലാതെ അങ്ങോട്ട് കയറി കാച്ചിട്ടില്ല. അപ്പം അങ്ങനെ സസ്യബുക്കുകൾക്ക് സ്വാഭാവികമായൊരു ക്ഷമ ഉണ്ടാകും. ആ ക്ഷമയല്ല പരിശുദ്ധാത്മാവിന് ക്ഷമ. തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ ക്ഷമയെന്ന് പറയണത് പച്ചയിറച്ചി കഴിച്ചാലും എന്താണ് കിട്ടണത്? കഴിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ചൈനയിലെ ആൾക്കാർ പാമ്പ് തിന്നുന്നുണ്ട്, പട്ടിയെ തിന്നുന്ന ആൾക്കാർ വരെ ഉണ്ട്. അവിടെ അതേ കിട്ടത്തുള്ളൂ. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ കിട്ടണത് അത് തിന്ന് അവൻ ജീവിക്കുകയാണ് അവിടെ. അപ്പോൾ അതേസമയം തന്നെ ഈ ഭക്ഷണകാര്യങ്ങളിൽ വരുന്ന ക്ഷമയെക്കുറിച്ചുള്ള പരിശുദ്ധാത്മാവ് പറയണത് ദൈവസ്നേഹം നിറയുമ്പോൾ ഇപ്പോൾ ഈ ആംഗ്ലോ സാക്സൺസ് എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ്റെ അവരുടെ വർഗം ഏതാണ്? ആംഗ്ലോ സാക്സൺസ് ആണ്. ഈ ആംഗ്ലോ സാക്സൺസ് ആരായിരുന്നു? കാനിബാൽസ് ആയിരുന്നു. മനുഷ്യനെ തിന്നുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തിന്നുന്ന ആൾക്കാരായിരുന്നു. ഒരു
10,000 കൊല്ലം മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിരുന്ന ആൾക്കാരാണ് ഇംഗ്ലീഷുകാർ. കണ്ണിബാൾസ് ആയിരുന്നു. പക്ഷേ ഈ കണ്ണിബാൾസിൽ നിന്നാണ് പിന്നീട് ഫാദർ ഡാമിയനും മദർ തെരേസ ഒക്കെ ഉണ്ടാകണത്. അത് സുവിശേഷം ഉണ്ടാക്കിയാണ്, അല്ല പച്ചക്കറിയിൽ നിന്ന് ഉണ്ടാക്കിയതല്ല. പിടിയിട്ടില്ലേ? ഈ പരസ്പരം പിടിച്ചു തീരുന്ന ഒരു ജനതയാണ് സുവിശേഷം, ബൈബിള്, ഫാദർ ഡാമിയനെയും അതുപോലെ തന്നെ അസിസി പുണ്യാളനെയും അതുപോലെ തന്നെ മദർ തെരേസനെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് വെച്ച് നരഭോജികളെയാണ് അവസാനം നരന്മാർക്ക് വേണ്ടി ഭോജനമായി തീരുന്ന വ്യക്തികളായിട്ട് ബൈബിൾ കൺവേർട്ട് ചെയ്യണത്. ഇത് ഭക്ഷണപാനീയങ്ങൾ കൊണ്ടും അനുഷ്ഠാനക്രമങ്ങൾ ഉണ്ടാക്കിയതല്ല. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ, ഒരു വ്യക്തിക്ക് നിറയുമ്പോഴുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതിനെ നാഗാലാൻഡിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് എന്താ? പണ്ടത്തെ നാഗാലാൻഡുമാരുടെ ചരിത്രം എന്താ? ഇപ്പോഴും ചിലരന്മാർ കണ്ട് നാഗൻസിൻ്റെ കഴുത്തിലൊക്കെ, പഴയ നാഗൻസിൻ്റെ കഴുത്തിലൊക്കെ 25 തലയോട് 35 തലയോടൊക്കെ മാല പോലെ കോർത്തിട്ടിരിക്കുകയാണ്. എന്താ കാര്യം? അവൻ എത്ര പേരെ കൊന്നിട്ടുണ്ടോ അതാണ് അവൻ്റെ ബലം. ഇപ്പം ഗുണ്ടകളൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര പേരെ തട്ടിയിട്ടുണ്ട്, അതല്ല അവരുടെ ബലം. അപ്പം അങ്ങനെയുള്ള നാഗന്മാരാണ് ഇന്ന് സുവിശേഷം സ്വീകരിച്ചിട്ട് സുവിശേഷ പ്രവർത്തനമായിട്ട് മാറണത്. എന്തിൻ്റെ ഗുണമാണത്? ഭക്ഷണത്തിൻ്റെ. ആ പഴയ ഭക്ഷണത്തിൻ്റെ അവരിപ്പോൾ പട്ടിയിറച്ചി ഇപ്പോൾ തിന്നുണ്ട്. പക്ഷെ ഭക്ഷണമല്ല ഇവിടുത്തെ പ്രശ്നം. എന്താ കാര്യം? അവർ ഭക്ഷിക്കാനുള്ള സംഭവം ഭക്ഷിച്ചു. എന്താണ്? കർത്താവിൻ്റെ ശരീരം, യഥാർത്ഥ വചനം ഭക്ഷിച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. വചനം നിങ്ങൾ പ്രാവർത്തികമാക്കി കഴിയുമ്പോൾ അത് ഭക്ഷിച്ചതിന് തുല്യമാണ്. അപ്പോഴെന്ത് ചെയ്യും? നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ എന്ത് പറ്റും? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ടാകും. അതെന്താണ്? സമാധാനം, പിന്നെന്താണ്? ക്ഷമ. എന്ന് വെച്ചാൽ കാത്തിരിക്കുന്ന സ്നേഹം. ആരുടെ സ്നേഹമാണ്? എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ പോകുന്നു. പക്ഷേ എൻ്റെ മക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്ന് പറയണം കേട്ടോ. ഈ സ്നേഹം, ക്ഷമ അല്ലെങ്കിൽ സമാധാനം എന്ന് പറയണത് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്കൊരു നോട്ട് തരും. അങ്ങനെയാണ് നമുക്ക് സമാധാനം ഉണ്ടാകണത്. സുവിശേഷത്തെ സമാധാനം എന്ന് പറഞ്ഞാൽ അതാണ്. എന്ന് വെച്ചാൽ നമ്മൾ സുവിശേഷം ജീവിച്ച് കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വക്താക്കളായി കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു നോട്ട് തരും. അങ്ങനെയല്ല നമുക്ക് കാത്തിരിക്കുന്ന സ്നേഹമല്ലേ സമാധാനം. അപ്പം നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് പരിശുദ്ധാത്മാവ് ഒരു നോട്ട് തരുമ്പോൾ നമ്മൾ സമാധാനമായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഇസ്രായേൽക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴും, ചിലർ മുസ്ലിംസ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴൊക്കെ ഈ സലാമൊക്കെ പറയും, ഷാലോം എന്ന് പറയും. ഈശോ തന്നെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അലക്കുസ്ലാമ എന്ന് പറയും. എന്താണ്? സമാധാനം എന്നാണ്. എന്ന് വെച്ചാൽ വരാൻ പോകുന്ന ഈ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുക എന്നതിൻ്റെ അർത്ഥം. അലക്കുസ്ലാമ, നിങ്ങൾക്ക് സമാധാനം എന്ന് വെച്ചതിൻ്റെ അർത്ഥമാണ്. പിന്നെ എന്താ പറയുക? അലക്കുസ്ലാമ എന്ന് ഈശോ 7 പ്രാവശ്യം പറയും. 7 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം എന്താ പറയണത്? സ്ലാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം, എന്ന് വെച്ച് കഴിഞ്ഞാൽ കാത്തിരിക്കുന്ന സ്നേഹം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അപ്പോൾ സ്ലാമ എന്ന് ഈശോ പറഞ്ഞതിന് ശേഷമാണ് പറയണത്, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും നിത്യം നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ മറ്റൊരാശ്വാസകനെ നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. ആശ്വാസകൻ എന്ത് ചെയ്യും? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. Take the word of God. യോഹന്നാൻ 16:14. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നോക്കി, അതായത് ഒന്ന് ഏറ്റു പറഞ്ഞ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അപ്പൊ നിങ്ങൾ ഇന്റൻഷൻ വെക്കരുത്. 6 കാര്യങ്ങൾ പറയാൻ പറഞ്ഞില്ലേ? അപ്പോൾ പണ്ടൊക്കെ ഞാൻ പറയാമായിരുന്നു, ഞാൻ ഇടയ്ക്ക് പറയാൻ മറന്നുപോയതാ. ഇപ്പോൾ ആൾക്കാർ 6 കാര്യത്തിന് 7 കാര്യം എഴുതി വെക്കും. അതാണ് പ്രശ്നം. ഒരു കോളം വിട്ടാൻ പറയുമായിരുന്നു. 6 കാര്യങ്ങൾ ഒരു കോളം ഒന്നും എഴുതരുതെന്ന് പറയുമായിരുന്നു. എന്താ കാര്യം? അത് പരിശുദ്ധാത്മാവിൻ്റെ കോളമാണ്. അവിടെ പരിശുദ്ധാത്മാവാണ് വരേണ്ടത് അവിടെ. കാര്യം പരിശുദ്ധാത്മാവ് വന്നാൽ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് വന്നാൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ 16-14 വർക്കൗട്ട് ചെയ്യും.
എന്താ പറഞ്ഞത്? വരാനിരിക്കുന്ന കാര്യങ്ങൾ. യോഹന്നാൻ 16:14 എന്താണത്? വരാനിരിക്കുന്ന കാര്യങ്ങൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. നിങ്ങളൊന്ന് പറഞ്ഞ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോഴേ ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുമ്പോഴുണ്ടല്ലോ, ഇപ്പോൾ ചിലർ പറയും വണ്ടി താമസമാണ്, വണ്ടി ഇല്ല ഇന്ന് എന്നൊക്കെ പറയുമ്പോൾ ഈ ആൾക്കാർ അവിടെ നിൽക്കുമ്പോൾ ഈ കമ്പ്യൂട്ടറൊക്കെ നോക്കാൻ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കും. എന്താ കാര്യം? ഇന്ന് വണ്ടി ഇല്ലെന്നാണ് തോന്നുന്നത്, ആ വണ്ടി ഇല്ലെന്ന് തോന്നണം. അപ്പോഴാണ് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ആ കമ്പ്യൂട്ടറെ ആ വണ്ടിയുടെ നമ്പർ കുത്തി കഴിയുമ്പോഴാണ് ആ വണ്ടി നമുക്ക് ആലപ്പുഴ പോകേണ്ടതാണ്, ഇപ്പം നമ്മൾ തൃശ്ശൂർ നിൽക്കുകയാണ്, ആ വണ്ടി തൃശ്ശൂരിന് വടക്കാഞ്ചേരി എത്തിയെന്ന് കാണിക്കും അവിടെ. അപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് സമാധാനം കിട്ടത്തില്ലേ? ഇല്ലേ? തൃശ്ശൂർ വണ്ടി ഇല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ പക്ഷേ വാച്ച് നോക്കി ഇനി അടുത്ത വണ്ടിക്ക് പോകണമല്ലോ, നടന്ന് പോകണ, ബസ്സിന് പോകണമെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് സമാധാനം പോയിരിക്കുകയല്ലേ? അപ്പോഴാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ വണ്ടിയുടെ നമ്പർ അടിക്കണത്. അപ്പോൾ എന്താ പറയും? വടക്കാഞ്ചേരി എന്ന് കാണിക്കും. അപ്പോൾ തൃശ്ശൂർ നിൽക്കുന്ന പാർട്ടി കുഴപ്പമില്ല, ഇനിയിപ്പോൾ അരമണിക്കൂറിൽ വണ്ടി ഇവിടെ വരും. വരാതിരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചത്? നമുക്ക് സമാധാനം കിട്ടി. അതാണ് ഈ പറയണത്. അപ്പം സമാധാനവും പരിശുദ്ധാത്മാവും തമ്മിൽ ബന്ധമുണ്ട്. എങ്ങനെ ഉള്ള ബന്ധമാണ്? വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. ഇപ്പം ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? കാത്തിരിക്കുന്ന സ്നേഹം. അപ്പം ക്ഷമയും സമാധാനവും ഒരു സംഭവം തന്നെയാണ്. രണ്ട് അനുഭവങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൻ്റെ അകത്ത് ഈ സമാധാനം കാത്തിരിക്കുന്ന സ്നേഹമാണ് സമാധാനമെങ്കിൽ ആ കാത്തിരിക്കാൻ വരുമ്പോൾ മനുഷ്യന് വരുന്നതാണ് ക്ഷമ കെടും. ക്ഷമ കെടെന്ന് പറഞ്ഞതിൽ ക്ഷമക്കൊരു കുഴപ്പമുള്ളത്, പെട്ടെന്ന് ഈ സാധനം കാറ്റ് വരുമ്പോൾ കെട്ടുപോകും. വിളക്കിന് പിടിക്കണ പോലെ വിളക്ക് കത്തിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? കാറ്റുണ്ടെങ്കിൽ കൈ പിടിക്കും, ഇല്ലേ? ഈ കൈ പിടിക്കുന്ന പരിപാടിക്കാണ് ക്ഷമ, സഹിക്കുന്ന സ്നേഹമെന്ന് പറയണത്. ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുന്ന സ്നേഹമാണ്. കാത്തിരിക്കുന്ന സ്നേഹം തന്നെയാണ്, പക്ഷേ അതിൻ്റെ അകത്ത് കാത്തിരിക്കുന്ന സ്നേഹം സമാധാനമാണ്, സഹിക്കുന്ന സ്നേഹം ക്ഷമയാണ്. അപ്പോൾ ഈ കാത്തിരിക്കുന്ന സ്നേഹത്തിന് ചില സമയത്ത് ഇത്തിരി നീട്ടം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷമകേട് വരും. ആ ക്ഷമകേട് വരാൻ വേണ്ടി എന്തു ചെയ്യും? നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് നമ്മുടെ ക്ഷമകേട് നമ്മൾ അക്കൗണ്ട് ചെയ്യും. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞാൻ ഇവിടെ ഇരുന്നൊരു കൊന്തയില്ലോ, നല്ല കാര്യം, ഇനി കൊന്തയില്ല, ഒരു സമയം കിട്ടിയല്ലോ, നന്ദി. കണ്ട ക്ഷമനെ വരെ കണ്ടില്ലേ? അല്ലെങ്കിൽ നമ്മൾ വാച്ച് നോക്കിയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമയുള്ളവരാണെങ്കിൽ, കർത്താവിൻ്റെ ക്ഷമ പരിശുദ്ധാവിൻ്റെ ഫലമുള്ളവരാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ജപമാല ചെല്ലും. നമ്മളെന്ത് ചെയ്യും? എന്നിട്ട് നമ്മളോട് ഈ എവിടെയെല്ലാം കർത്താവിന് കാലുകുത്താൻ പറ്റണില്ല ആ രാജ്യങ്ങളെല്ലാം നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നോക്കിയേ, അപ്പോഴേ വണ്ടി വരുമ്പോഴും നമ്മൾ കയറത്തില്ല. കർത്താവേ, കൊന്ത 4-ാമത്തെ കേസം വരെ എത്തിയുള്ളൂ, ഒരു കേസം കൂടി കഴിഞ്ഞിട്ട് കൊന്ത വണ്ടി വന്നാൽ ഇപ്പോൾ എന്ത് പറ്റി? ആളെൻ്റെ മാറ്റം കണ്ട. നമ്മൾ 4 രഹസ്യം ചെല്ലിയപ്പോൾ വണ്ടി വന്ന്, അപ്പോൾ നമ്മൾ കരയേക്കാം, അകത്തിരുന്ന് കരയേക്കാം, അകത്തിരുന്ന് ചെല്ലിയേക്കാം എന്ന് വിചാരിക്കും. എന്താ കാര്യം? അപ്പോൾ വണ്ടി വന്നത് നമ്മളെ നേരത്തെ വന്ന പോലെ നമുക്ക് തോന്നി. ഇപ്പോൾ അതിനാണ് ക്ഷമ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതാണ് സത്യം. ദൈവം എന്ത് സമ്പൂർണ്ണ A+B² എന്ന് പറഞ്ഞാലും ശരി, എന്ത് സങ്കീർണമാക്കി ദൈവത്തെ നിങ്ങൾ മാറ്റിയാലും ശരി, ദൈവത്തിനെ സങ്കീർണമാക്കി മാറ്റിയതാണ് അക്കാഡമികളുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ദൈവത്തിന് നമ്മൾ എന്ത് സങ്കീർണമാക്കി മാറ്റിയാലും ഓർക്കുക, കറണ്ട് എത്ര ഉൽപ്പാദിപ്പിച്ചാലും വരേണ്ടത് വയറിലൂടെയാണ്. വരേണ്ടത് ദൈവം എത്ര പവർഫുള്ളാണെന്ന് പറഞ്ഞാലും, ഓമിനിപ്പൊണ്ടൻ്റാണ്, ഓംനിഷ്യൻ്റാണെന്നൊക്കെ പറഞ്ഞാലും, ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്ത് നിന്നാൽ പോലും ഇത് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വയറിലൂടെയാണ്, പ്രാർത്ഥനയിലൂടെയാണ്, ദൈവസ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. കോമൺ പീപ്പിൾ കൈകാര്യം ചെയ്യണത് ആ മേഖലയാണ് കൈകാര്യം ചെയ്യണത്. എന്നുവെച്ചാൽ ദൈവത്തെ ടാപ്പ് ചെയ്യുന്നതിന്, ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് സിമ്പിളായിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുന്നു കോമൺ പീപ്പിൾ. എന്നിട്ട് ജീവിതത്തിൻ്റെ സങ്കീർണതകൾ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് അവർ അതിനെ ഫേസ് ചെയ്യുകയാണ്. ദൈവമാണെങ്കിൽ ഇതിനു വേണ്ടി അങ്ങോട്ട് ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തുമാത്രം സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാം, അത്രയും സിമ്പിളായിട്ട് മനസ്സിലാക്കും. ദൈവത്തെക്കുറിച്ച് സൈന്യങ്ങളുടെ കർത്താവാണ്, അതുപോലെ തന്നെ ദൈവം
എല്ലാം നന്മ സ്വരൂപനാണ്, ദൈവം സച്ചിദാനന്ദനാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് യേശുവിന് മുമ്പ് ലോകം പറഞ്ഞത്. ഇന്ത്യക്കാരെല്ലാം പറഞ്ഞു ദൈവം സച്ചിദാനന്ദ, സത്ത്, ചിത്ത്, ആനന്ദം എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന ആളാണ്. ദൈവത്തിൽ സങ്കടമില്ല, ദൈവത്തിൽ മ്യൂട്ടേഷൻ ഇല്ല, ഒന്നുമില്ലെന്ന് പറയും. ഇംഗ്ലീഷുകാരൻ പറയും ഗോഡ്, ദൈവം ഗോഡാണെന്ന് പറയും. എന്താ കാര്യം? ദൈവം എല്ലാം നന്മ, ഗോഡ് ഗുഡ്നെസ്സാണ്, എല്ലാം നന്മകളുടെ സ്വരൂപനാണെന്ന് പറയും. യഹൂദൻ പറയും ദൈവം സൈന്യങ്ങളുടെ കർത്താവാണ്, ഞങ്ങൾക്ക് ആൾക്കാർ കുറവാണ്, ഞങ്ങൾ കുറച്ച് ആൾക്കാർ, ഇപ്പോഴും 1 കോടി ആൾക്കാരുള്ളൂ, ഞങ്ങൾക്ക് വേണ്ട സൈന്യമാണ്, അപ്പം ഞങ്ങളുടെ സൈന്യം ദൈവമാണ്. അതുകൊണ്ട് എപ്പോഴും പറയും കർത്താവേ സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങനെ വാസസ്ഥലം എത്ര മനോഹരം എന്ന് പറയും. അവർ സൈന്യങ്ങളുടെ കർത്താവാണ്. ഈശോ വന്നപ്പോൾ പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവ് അല്ലെന്ന് ഈശോ പറഞ്ഞില്ല. പറഞ്ഞോ? ഗുഡ്നെസ് അല്ലെന്ന് ഈശോ പറഞ്ഞ അല്ല, സച്ചിദാനന്ദ അല്ലെന്ന് ഈശോ പറഞ്ഞില്ല, ഇതൊന്നും നിഷേധിച്ചില്ല. പൂർവ്വകാലങ്ങളിൽ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ഹെബ്രായർ 1:1. പൂർവ്വകാലങ്ങളിൽ പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിൽക്കുന്ന, അതായത് വിശ്വാമിത്രനായാലും ശരി, ഏത് മഹർഷിയായാലും ശരി, അതുപോലെ തന്നെ മുഹമ്മദ് നബി ആയാലും ശരി, മോശയായാലും ശരി, ഏത് മതസ്ഥാപകനായാലും ശരി, ബൈബിൾ കാണുന്നത് പ്രവാചകനായിട്ടാണ് കാണുന്നത്. ഒള്ളി പ്രവാചകൻ. ഉണ്ടായി എങ്ങനെ പല ഘട്ടങ്ങളിൽ ദൈവം തൻ്റെ ജനങ്ങളോട് വിവിധ കാലങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ, അവസാന കാലങ്ങളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. എന്താണ് സംസാരിച്ചത്? ദൈവം ആരാണെന്ന് പറഞ്ഞത്? ദൈവം ആരാണെന്നാണ് പറഞ്ഞത്? ഫാദർ. അതാണ് വിഷയം. എല്ലാം മറന്നു കണ്ട, എല്ലാം റൈറ്റ് ഓഫ് ചെയ്തിട്ട് ദൈവത്തിന് ഒറ്റ ഹെഡിങ് കൊടുത്ത്. എന്താണ്? ഫാദർ. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പറയും കർത്താവേ ഞങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ പറയും പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആർക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ദൈവം പിതാവാണെന്ന് പറയുമ്പോഴേ എന്ത് പിതാവാണ്? തൻ്റെ ഏകജാതിനെ നൽകാൻ തക്ക വിധം അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന യേശുക്രിസ്തുവിന്റെ പിതാവാണ്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും മക്കളും തമ്മിലുള്ള ഒരു സ്നേഹമായിട്ടാണ് ഈശോ മതത്തെ മാറ്റിയത്. നമ്മുടെ ബന്ധം, മതം എന്ന് പറയുന്നത് എന്താണ്? റിലേഷൻ, ബന്ധം. മതമൊന്നും വിളിക്കേണ്ട കാര്യമില്ല, റിലേഷൻ. നമ്മൾ തമ്മിലുള്ള ദൈവമായിട്ടുള്ള റിലേഷനെ ദൈവം എങ്ങനെയാണ് മാറ്റിയിരിക്കുന്നത്? പിതാവും മക്കളും തമ്മിലുള്ള ബന്ധമായിട്ട് മാറ്റി. ആ ബന്ധമാണ് റിലേഷൻ, അതാണ് മതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബന്ധമെന്ന് പറയുമ്പോൾ ആ ബന്ധത്തിൽ എന്താണ്? ആ ബന്ധത്തിൽ ഉരുത്തിരിഞ്ഞതാണ് ക്ഷമ. എന്താണ്? സഹിക്കുന്ന സ്നേഹം. പിന്നെ എന്താണ്? സമാധാനം, കാത്തിരിക്കുന്ന സ്നേഹം. കാത്തിരിപ്പിന് ഇത്തിരി ദൈർഘ്യം കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പിതാവിനുള്ള സ്നേഹം വെച്ചുകൊണ്ട് ആ കാത്തിരിപ്പിൻ്റെ ഒരു വിരസത നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. എന്താണ്? ക്ഷമ. ഇതെല്ലാം എന്താണ്? ക്ഷമയും സമാധാനം എന്തിൻ്റെതാണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ഇതാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവാനുഭവം സാധ്യമല്ലാത്തത്. എല്ലാ ഘട്ടങ്ങളിലും പരിശുദ്ധാത്മാവ് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടിയിൽ എഴുതുമ്പോൾ 1-ാം ഘട്ടം അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ എൻ്റെ ഒരു നിയോഗം എന്താണ്? പരിശുദ്ധാത്മാവെന്ന് എഴുതണം. എന്താ കാര്യം? പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് ലഭിക്കാൻ, നമ്മൾക്ക് പണം കൊടുക്കാൻ, അതിന് ജീവൻ കൊടുക്കാൻ മതിയാകാത്തത് കാരണം അതിനു വേണ്ടിയാണ് ഈശോ വില കൊടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും പറയും പാപത്തിന് പരിഹാരമായിട്ടാണെന്ന്. അന്നത്തെ മനുഷ്യനെ, ക്രിസ്തുവിന് മുമ്പുള്ള മനുഷ്യന്, യെശയ്യായ്ക്കൊക്കെ അത്രയുമേ വെളിപാട് അവർക്ക് അനുവദിച്ചുള്ളൂ. അവർക്ക് കിട്ടിയ അനുവദിച്ച് കിട്ടിയ വെളിപാട് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർക്ക്, ക്രിസ്തുവിന് ശേഷം വന്നവർക്ക് കൂടുതൽ വെളിപാട് കിട്ടി. അതാണ് പരിശുദ്ധാത്മാവ് അവർ കൂടുതൽ സംസാരിക്കണത്. പക്ഷെ ഇത് ആദ്യം സംസാരിച്ച ആരോടാണ്? അമ്മയോടാണ് സംസാരിച്ചത്. പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ആദ്യ വാക്ക് ദൈവം സംസാരിക്കണ ആരോടാണ്? വെളിപാട് കൊടുക്കുന്ന ആർക്കാണ്? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? പരിശുദ്ധാത്മാവ് വേണ്ട രംഗപ്രവേശനം ചെയ്യണം. കണ്ട ആരോടാണ്? ഫസ്റ്റ് കൈനീട്ടം പോലെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ആർക്കാണ്?
പരിശുദ്ധാത്മാവും നിന്റെ മേൽ വരും എന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. തന്നിമിത്തം നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നവൻ അത്യുന്നതൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. അപ്പൊ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്ന് പറയണ ആ സെക്കൻഡില് തന്നെ എന്ത് സംഭവിക്കും? മറിയത്തിലെ സംശയമില്ലാതെ വിശ്വസിക്കും മറിയം. അവിടെയാണ് വിഷയം. മറിയം അമലോത്ഭവമാണെന്ന് പറയാൻ കാരണം ഈ പാപത്തിൻ്റെ ലാഞ്ചനകളോ പാപത്തിൻ്റെ പ്രകൃതിയോ പാപത്തിൻ്റെ ശീലങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വരുന്നതാണ് സംശയം. അതാണ് വിഷയം. അപ്പം അതുകൊണ്ടാണ് ഉടമ്പടിയിൽ 2 ആഴ്ച ഒരിക്കൽ കുമ്പസാരിക്കണമെന്നും കുമ്പസാരിക്കാൻ പറ്റാത്ത അതിനുള്ള സംവിധാനം ഇല്ലാത്ത ആൾക്കാർ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവസ്നേഹത്തിൻ്റെ കൂടെ തന്നെയാണ് ഇതുപോലെ നമ്മൾക്ക് ദൈവത്തോടുള്ള ഒരു നിഷ്കളങ്കമായ സ്നേഹമില്ലെങ്കിൽ, അതായത് ദൈവത്തോടെ സ്നേഹമെന്ന് പറയുമ്പോഴേ തൻ്റെ നിഷ്കളങ്കമായിരിക്കണം, അത് വേറെ ഉദ്ദേശം വെച്ചുള്ള സ്നേഹമായിരിക്കരുത്. എഫെസസ് 1:4 എടുത്ത് തന്റെ മുമ്പാകെ, എഫെസസ് 1:4 തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും. സംഭവം തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും. അതിൻ്റെ വേറെ ഉദ്ദേശമൊന്നും ഇല്ലാത്ത സ്നേഹമാണ്. അതാണ് പരിശുദ്ധ സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം പലതും അളട്രേറ്റഡ് സ്നേഹമുണ്ട്, വേറെ എന്ത് കലർപ്പുള്ള സ്നേഹമുണ്ട്. ഇതങ്ങനല്ല. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എന്റെ ദൈവപൈതലേ, നീ ഇന്ന് ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ അനാദികാലം മുതലേ ദൈവം നിന്നെ ക്രിസ്തുവിനെ കേൾക്കാൻ ദൈവത്തിൻ്റെ മകനും മകളുമായി തിരഞ്ഞെടുത്തതിൻ്റെ ഏറ്റവും വർത്തമാനകാല രൂപമാണ് നിന്റെ ഇവിടെയുള്ള ഇരിപ്പും കേൾവിയും. കൈയടിക്കട്ടെ, ശ്രുതികട്ടെ. ഒരുമിച്ച് പാടുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴെന്താ വരണം നോക്കിയേ? ദൈവസ്നേഹം കൂടുമ്പോൾ എന്ത് പറ്റും? സംശയം കുറഞ്ഞു വരും. ദൈവസ്നേഹം കൂടുമ്പോഴേ സംശയം കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദൈവസ്നേഹം ലക്ഷ്യം വെച്ചാൽ ചെയ്യേണ്ടത്. അല്ലാതെ ഇനി എത്ര പത്രമുണ്ട് ആർക്ക് കൊടുക്കുമെന്നല്ല ചിന്തിക്കേണ്ടത്. ഇനി എത്ര പത്രമുണ്ട് ആർക്ക് കൊടുക്കും ദൈവമേ? അവർ വല്ലതും പറയുക, പത്രം കൊടുക്കുമ്പോൾ അവർ വല്ലതും പറയട്ടെ. നമ്മുടെ തന്തക്ക് തന്നെ വിളിക്കട്ടെ. അതിന് തന്ത ഉണ്ടല്ല, അപ്പം വിളിക്കും നമ്മളെ. തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലാത്തതൊന്നും വിളിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളെ കർത്താവിനെ പ്രതി അങ്ങനെ ഒന്ന് കേൾക്കുമ്പോൾ ദൈവസ്നേഹം കൂടത്തില്ലേ? അപ്പം ദൈവസ്നേഹം കൂടത്തില്ലേ? അപ്പം നമുക്ക് സന്തോഷം തോന്നില്ലേ? എന്താണ് എൻ്റെ സ്നേഹം കൂടി, കർത്താവിന് വേണ്ടി ഞാൻ അത്രയും സഹിച്ചു. അപ്പം എന്ത് രസമാണ്. അപ്പം അതുകൊണ്ട് ഈ ദൈവസ്നേഹം കൂടുന്നതനുസരിച്ച് എന്ത് പറ്റുമെന്നറിയാമോ? അതായത് സംശയം കുറയുകയും ചെയ്യും. ഈ സംശയം കുറയണമെങ്കിൽ മാതാവിന് എന്താ സംശയമില്ലാഞ്ഞത്? അവർക്ക് പാപമില്ലാഞ്ഞതുകൊണ്ടാണ്. മാതാവ് സംശയമില്ലാത്തതിൻ്റെ പറഞ്ഞ കാര്യമുണ്ട്. നമ്മുടെ വിശുദ്ധിയും ദൈവസ്നേഹവും നമ്മുടെ സംശയവും തമ്മിൽ കണക്റ്റഡ് ആണ്. ശരിക്കും നമ്മുടെ കിഡ്നി ഹാർട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കണമല്ലേ? കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇന്നല്ലെങ്കിൽ നാളെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാവും. അത് തന്നെ കാര്യം. അതങ്ങോട്ടും ഇങ്ങോട്ടും പ്രഷർ ബേസ്ഡ് അടിച്ചിരിക്കുക. കിഡ്നിയും ഹാർട്ടും പ്രഷറിൻ്റെ ഒരു അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിൽ ഇവരെ ഈ 2 ഫാക്കൽറ്റിനും ബാധിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെയാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രശ്നം. ദൈവസ്നേഹം കൂടുകയാണെങ്കിൽ സംശയം കുറയും. സംശയം കുറയുകയാണെങ്കിൽ എന്ത് പറ്റും? വിശ്വാസം കൂടി വരും. ഇതെല്ലാം ഇൻ്റർകണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ വിശ്വാസത്തിന് കൊണ്ടുപോയല്ല വളം വെക്കേണ്ടത്. പിന്നെ എന്താണ്? ദൈവസ്നേഹത്തിന് വളം കൊടുക്കണം. ദൈവസ്നേഹം എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. 5:22 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ്? സ്നേഹം, ക്ഷമ, സമാധാനം, അങ്ങനെ പോകുന്നത്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ഇപ്പോഴെന്താണ് ഇപ്പം മാതാവിനോട് പറയുമ്പോൾ അതായത് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറയുമ്പോഴേ അതിനല്ലേ ആ വല്യപ്പനും ചോദിച്ചത്. ആര്? യോഹന്നാൻ്റെ അപ്പൻ. അങ്ങനെ പേരെന്നാ? സക്കറിയ. സക്കറിയ ചോദിച്ചത് എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ വയസ്സനല്ലേ, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളെ. അതെന്നെ അമ്മയും ചോദിച്ചത്. പക്ഷേ പണി മേടിച്ചതാരാണ്? സക്കറിയ. അമ്മ പണി മേടിച്ചില്ല. എന്താ കാര്യം?
എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്താ ചെയ്തത്? എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഉടനെ മാലാഖ എന്ത് പറഞ്ഞ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞതും വന്നുവെന്ന് പറഞ്ഞാലും വന്നു കഴിഞ്ഞാലും ദൈവത്തിനുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു ഹിസ്റ്റോറിക്കൽ പ്രസൻസിൽ ജീവിക്കുന്ന ആളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂതമുണ്ട്, വർത്തമാനമുണ്ട്, ഇല്ലേ? ദൈവത്തിന് ഈ പറഞ്ഞ സംഭവം ഒന്നുമില്ല. ദൈവം തന്നാൽ താനായിരിക്കുന്നു, അനാദിയായിരിക്കുന്നു, ആദികാരണനായിരിക്കുന്നു. കണ്ട അപ്പോൾ പോക്കണ്ടില്ലേ? ദൈവത്തിന് കാരണം പോലും ഇല്ല. അപ്പോൾ ദൈവത്തിന് കാലവുമില്ല, കാരണവുമില്ല. ദൈവത്തിന് കാരണവുമില്ല, കാലവുമില്ലാത്ത കാരണം ദൈവം ഒരു കാലത്തിൽ പറഞ്ഞാൽ അതിനെല്ലാം എവർ പ്രസൻ്റാണ്. ഹിസ്റ്റോറിക്കൽ പ്രസൻസ് എന്ന് പറയും. ഹിസ്റ്റോറിക്കൽ പ്രസൻറ്റ്, അതായത് ചരിത്രപരമായ വർത്തമാനം. ദൈവം വരുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വന്നു എന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? വരുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. വരുമെന്ന് ദൈവം പറഞ്ഞാൽ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വന്നതിന് തുല്യമാണ്. കാര്യം ഹീസ് ഇൻ ഹിസ്റ്റോറിക്കൽ പ്രസൻസ്. ഇതുപോലെ തന്നെ അമ്മ എന്ത് ചെയ്ത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞ ആ ടൈമിൻ്റെ ആ ഇപ്സഫാത്തോ ആ ബൈ ടൈം ആ സെറ്റ് ടൈമിൽ തന്നെ ശരിക്കും പരിശുദ്ധാത്മാവിൽ അമ്മ നിറഞ്ഞു. പരിശുദ്ധാത്മാവിൽ അമ്മ നിറഞ്ഞപ്പോൾ എന്താ അമ്മ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. കണ്ട ഉണപ്പൊക്കണ്ട. അതായത് എന്തുമാത്രം പാപം കുറഞ്ഞിരിക്കുന്നുവോ അത്തരം വെളിപാടുകളെ സ്വീകരിക്കാനും സംശയം കുറയാനും കൃപയും നിറയാനും ഇടയാകും. അപ്പം നമ്മൾ കൃപാസനം പാപത്തെ ഇങ്ങനെ പരിശുദ്ധാത്മ കിട്ടാനുള്ള ഇടപാടായിട്ട് ഇങ്ങനെ എണ്ണി പെരുക്കി അങ്ങനെ ഞാൻ പ്രസംഗിക്കാറില്ല. ഇത് ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് ആധ്യാത്മിക ജീവിതം പരിപോഷിപ്പിക്കുന്നതിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് ഞാൻ ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്താണ് സംസാരിക്കണത്. ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ബലം സ്നേഹമാണ്. ദൈവസ്നേഹത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ട് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പരിശുദ്ധാത്മാവിന് പ്രാധാന്യമുള്ളത് കാരണം എന്ത് പറ്റും? പാപം. അതാണ് ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്താണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയാം, അല്ലേ? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയുമ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷനുമില്ല. അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് ജ്ഞാനം കൊടുത്തിട്ട് പറയും, മേരി ഇന്ന് വരെ പറഞ്ഞതെല്ലാം കർത്താവിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവെന്ന് നിന്നോടാണ് ആദ്യമായിട്ട് ഈ വെളിപാട് പറയണത്. പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവ് എന്നുള്ള പേരുള്ളത് ഇപ്പോഴാണ്. പണ്ട് ആദി ദൈവം ആകാശം ഭൂമിയിൽ സൃഷ്ടിച്ചു, ഭൂമി രൂപരഹിതമായിരുന്നു, ആഴത്തിന് മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു, അന്ധകാരത്തിന് ജലപ്പരപ്പിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ്. പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവല്ലേ? ആണ്. പക്ഷെ അവിടെ വിളിക്കണത് എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ്. എസെക്കിയേൽ 37 വിളിക്കണത് എന്താണ്? കർത്താവിൻ്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ട് മരുഭൂമിയിൽ കൂട്ടിക്കൊണ്ടുപോയി, മനുഷ്യപുത്ര നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു അസ്ഥികൂടങ്ങൾ. അവ ജീവിക്കുമോ? കർത്താവ് അങ്ങേക്കറിയാം. അവിടെ എന്താണ്? കർത്താവിൻ്റെ ആത്മാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ്. മറിയത്തോട് പറയുമ്പോഴാരും പരിശുദ്ധാത്മാവെന്ന് പറയും. പരിശുദ്ധാത്മാവ് എന്താ കാര്യം? അടി തുടങ്ങാൻ പോകണമെന്നതിൻ്റെ അർത്ഥം ആർക്കാ മനസ്സിലാകാത്തത്? മനസ്സിലാകുന്നതിന് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അടി തുടങ്ങാൻ പോകണം. എന്താണ്? നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അശുദ്ധാത്മാവിൻ്റെ അവതാരമായിട്ടല്ല മറ്റേ പാപരൂപം വരണത്. അപ്പോൾ പാപത്തിന് പരിഹാരം ചെയ്യാൻ ക്രിസ്തുവിനെ മനുഷ്യാവതാരത്തിലൂടെ വചനം മാംസമാകുന്ന ആ സ്വർഗീയ പ്രക്രിയയിൽ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. നിനക്കും സ്ത്രീക്കും തമ്മിൽ ഉൽപ്പത്തി 3:15 വർക്കൗട്ട് ചെയ്യും. എന്താ കാര്യം? ഇനി അശുദ്ധാത്മാവിനെ മുൻനിർത്തിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവെന്ന് പറയണത്. അശുദ്ധാത്മാവുണ്ട്, അതുമായിട്ടാണ് ഇനി യുദ്ധം വരാൻ പോണത്. അതിനെ മറിയത്തെ തന്നെ എക്വിപ്പ് ചെയ്യാണ്. മറിയത്തിലൂടെ ജനിക്കുന്നവനാണ് അവൻ്റെ തലയെ തകർക്കാൻ പോണത്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ദൈവസ്നേഹം കൂടാം. ദൈവസ്നേഹം കൂടുമ്പോൾ ഇത് പറ്റും, സംശയം കുറയും, അല്ലേ? ഇങ്ങനെ വരണം. അപ്പോൾ വിശ്വാസം വർദ്ധിക്കും. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ അപ്പം വിശ്വാസം വർദ്ധിക്കുമ്പോൾ അമ്മ എന്ത് പറയും? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. എന്നിട്ട് പിന്നീട് പരിശുദ്ധാത്മാവ് വീണ്ടും മറിയത്തോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആര്? മാലാഖ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മാലാഖ് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ ഇനിയും പരിശുദ്ധാത്മാവ് നേരിട്ട് മറിയത്തിൻ്റെ അടുത്ത് വരും. ആരിലൂടെ? എലിസബത്തിലൂടെ വരും.
എലിസബത്തിനെ കാണാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് മറിയം പറയും, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞു, മേരി, കർത്താവ് മംഗളവാർത്ത സമയത്ത് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ. അവിടെ അരുളി ചെയ്തത് ആരാണ്? പിതാവായ ദൈവമാണ് അരുളി ചെയ്തത്. ഇപ്പോൾ അരുളി ചെയ്യാൻ പോണത് ആരാണ്? പരിശുദ്ധാത്മാവ് ദൈവമാണ്. കാര്യം പുത്രനായ ദൈവമാണ് മനുഷ്യാവതാരം ചെയ്യാൻ പോണത്. അതുകൊണ്ടാണ് ആദ്യം കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യം. ലൂക്ക 1:45 എടുത്ത്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ. മംഗളവാർത്ത സമയത്ത് മാലാഖ വഴി കർത്താവ് പിതാവായ ദൈവം, ലോഡെന്നാ പറയണത്, ഫാദറാണത്. അതായത് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അനുഗ്രഹീത എന്നാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുമ്പോൾ വരാൻ പോകുന്ന, ഇപ്പം ഇതാരെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എലിസബത്ത് പറഞ്ഞു, മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ അനുഗ്രഹീത. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടിൻ്റെ ഒരു ഘടന കണ്ടില്ലേ? അതായത് വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയുമെന്ന് 16 നമ്മൾ വായിച്ചു. ഇപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ ആണ് മാലാഖ മറിയത്തോട് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ മറിയം വിശ്വസിച്ചപ്പോൾ അത് വന്ന പോലെയായി. അത് തന്നെയാണ് എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവ് അതിന് കൺകറൻസ് കൊടുക്കുന്നത്. എന്താണ്? മേരി, നീ വിശ്വസിച്ചു, വരാൻ പോകുന്നെന്ന് ഞാൻ പറഞ്ഞു, അപ്പം നീ വന്നതുപോലെ വിശ്വസിച്ചു, അപ്പം നീ അനുഗ്രഹീതയാണെന്ന്. അത് അനുഗ്രഹീത. അതായത് വരാൻ പോകുന്ന കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് നിറവോടുകൂടി വന്നതുപോലെ അനുഭവിച്ചാൽ വരാൻ പോകുന്ന വിഷയത്തിൻ്റെ മേൽ നമുക്ക് അവകാശം അനുഗ്രഹം പ്രാപിക്കാം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ എന്ത് അവസ്ഥയിലാണെങ്കിലും ഉടമ്പടി എടുത്ത ചില ആൾക്കാർ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് അവർക്ക് ഹീലിംഗ് അടയാളങ്ങളും ധൈര്യവും സമാധാനവും ക്ഷമയും കിട്ടണത്? എന്തുകൊണ്ടാണ്? അവരതിൽ വിശ്വസിക്കുകയാണ്. ചില ആൾക്കാർ ഉടമ്പടി പുതുക്കിയാലും അവർക്ക് പറയുന്ന സമാധാനം ചിലർക്ക് കിട്ടണില്ല. എന്താ കാര്യം? അവരപ്പോഴും സംശയിച്ചുകൊണ്ടേയിരിക്കും. കാര്യം അവർക്ക് അവരെ തന്നെ സംശയമാണ്. സംശയമുള്ള ആൾക്കാർക്കുള്ള ഗുണം, നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ അത് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടമ്പടി പ്രവർത്തനങ്ങൾ നോക്കിയാൽ മതി. ഉടമ്പടിയിൽ ഇപ്പോൾ പത്രം കൊടുക്കാൻ എടുക്കണ സമയം അത് വാദപ്പനിക്കാരെ പോലെ ഇങ്ങനെ 1, 2 കൊടുത്ത് ആർക്ക് കൊടുത്തും എപ്പോൾ കൊടുക്കും, ന്യൂട്രായിട്ട് കൊടുക്കും. ചില ആൾക്കാർ കടയിൽ കുത്തിയിരിക്കും. വരുന്നവർക്കൊക്കെ ഒരു മുടക്കില്ലല്ലോ, വരുന്നവർക്കെല്ലാം വെറുതെ കൊടുക്കും. പുറത്തിറങ്ങത്തില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പെയിൻറ്റ് പോകുന്ന പറഞ്ഞ് ഉണ്ടാക്കത്തില്ല. അവർക്ക് കടയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വെറുതെ കൊടുക്കും വരുന്നവർക്ക്. ഇത് കൊണ്ടേ വായിക്ക് എന്ന് പറയാം. അപ്പം അവർക്ക് ഏതായാലും അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ എങ്ങനെയെങ്കിലും ഒപ്പിച്ചുണ്ടാക്കണമെന്നുള്ള രീതിയിലാണ് അത് ചെയ്യണത്. അപ്പോൾ അവർക്ക് സ്നേഹമില്ല. അതുകൊണ്ട് തന്നെ അവിടെ കാര്യങ്ങൾ ലാഗ് ചെയ്യും. ആരുടെ കുഴപ്പമില്ല, അവർ തന്നെ ഉണ്ടാക്കണതാണ്. സ്വയമായിട്ട് കുഴി കുഴിക്കണത്. കാരണം അവർക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ഇരിക്കുന്ന ജോമകൾ തന്നെ നോക്കിക്കേ, അവർക്ക് അവർ ഫുൾ ടൈമിൽ പ്രവർത്തിക്കുകയാണ്. അവർ MDH മാസ്റ്റർ ഓഫ് തിയോളജിക്ക് വേണ്ടി ആലോചനയിൽ പഠിക്കുകയാണ്. പക്ഷേ എന്നിട്ട് ഇവിടുന്ന് 10 കാവി കൊണ്ടുപോയി ആലുവ റെയിൽവേ സ്റ്റേഷനിലെല്ലാം കൊടുക്കും. റെയിൽവേ സ്റ്റേഷനിലെല്ലാം കൊടുക്കും കൊണ്ട് നടന്ന്. അതെന്താ കാര്യം? ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാരുടെ പരിപാടിയാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് സംശയം ഉണ്ടാകത്തില്ല, നമുക്ക് ബോധ്യം ഉണ്ടാകും. ബോധ്യം ഉണ്ടാവുമെങ്കിൽ എല്ലാം കർത്താവ് വേണ്ട സമയത്ത് ക്രമീകരിക്കും. ദൈവത്തിൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി നമ്മളെന്ത് നോക്കാനാണ്? ദൈവം നമ്മളെക്കാൾ എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരെ കണ്ടും അതിനേക്കാൾ ഈ ഭൂമി സൃഷ്ടിച്ച അപാരതയുടെ ഒരു ദൈവമല്ലേ. അപ്പം അങ്ങനെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധം പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കുറവുണ്ടെങ്കിൽ എങ്ങനെയാ 90 ദിവസം പിടിച്ച് നിൽക്കണം. 90 ദിവസം പിടിച്ച് നിൽക്കണം. അത് കഴിയുമ്പോൾ ഭക്തി, 90 ദിവസം പത്തി, 91 ദിവസം പത്തി. അതാണ് സംഭവം. ഉടമ്പടി വർക്ക് ചെയ്യാത്ത അതാണ്. 90 ദിവസം ഭക്തി, 91 ദിവസം പത്തി. പഴയ സ്വഭാവം പഴയ ആളായിട്ട് മാറും. ചില ആൾക്കാർ പത്തി ഒരുമിച്ച് കൊണ്ടുപോകും. അത് ഭയങ്കര മൂർഖനാണ് മാതാവേ. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ചെയ്യണം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ദൈവത്തിന് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം. ദൈവത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ്
ഇതിനകത്ത് ഉള്ള റിസ്ക് എന്ന് പറയും, ഉടമ്പടിയിലെ റിസ്ക് എന്ന് പറഞ്ഞാൽ അതാണ്. കാര്യം എന്താ, ഞാനിങ്ങനെ പറയാം, പല ആൾക്കാർക്കും ദൈവത്തെക്കുറിച്ച് പറയാൻ അറിയത്തില്ല. എന്താ കാര്യം, അവർ ദൈവത്തെ കണ്ടിട്ടില്ല, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ പുസ്തകത്തിലുള്ള നോളജും എവിടെയെങ്കിലുമൊക്കെ സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്യുകയും വല്ല പ്രസംഗമൊക്കെ കേൾക്കുന്ന ഒരു നോളജോ, അങ്ങനെയല്ല. ഞാൻ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ലക്ഷം ലക്ഷം മനുഷ്യർ ഞാൻ ദൈവം പ്രവർത്തിക്കുന്ന കണ്ടു, ഞാൻ തന്നെ നേരിട്ട് മാതാവിനെ കണ്ട ആളാണ്. അപ്പോൾ എനിക്കിതേക്കുറിച്ചെല്ലാം കൃത്യതയുണ്ട്. പക്ഷേ അനുഭവജ്ഞാനമാണ് ഉള്ളത്, ആശയജ്ഞാനമല്ല. ഇത് ഇന്നവിറ്റബിൾ ഡിഫിറ്റ് ഓഫ് ദി ഐഡിയൽ ബൈ ദ റിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഐഡിയലായാലും ശരി റിയൽ വരുമ്പോൾ തോറ്റുപോകും. അത് അനിവാര്യമായ ആശയത്തിൻ്റെ തോൽവിയാണ് അനുഭവത്തിൻ്റെ വിജയമെന്ന് പറയണത്. അതുകൊണ്ട് ഞാനെപ്പോഴും ശ്രദ്ധിക്കുന്നത് അനുഭവജ്ഞാനം. ഞാനെപ്പോഴും ചിന്തിക്കുന്നത് ബിബ്ലിക്കൽ തിയോളജി എന്ന് പറയുമ്പോൾ ഞാൻ പറയും ബിബ്ലിക്കൽ എക്സ്പീരിയൻസ് തിയോളജി എന്ന് പറയും. എൻ്റെ മനസ്സോടനെ പറയും. അങ്ങനെ ഒരു ശാസ്ത്രമില്ല. ബിബ്ലിക്കൽ തിയോളജി നമ്മൾ ശാസ്ത്രമുണ്ട്, നമ്മളൊക്കെ ഇപ്പോൾ പഠിക്കണം അതാ, MDH മാസ്റ്റർ ചെയ്യണവർ. അപ്പോൾ എന്താ സംഭവിച്ചാൽ ബിബ്ലിക്കൽ തിയോളജി സബ്ജക്റ്റ്. പക്ഷേ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയും ബിബ്ലിക്കൽ എക്സ്പീരിയൻഷ്യൽ തിയോളജി എന്ന് പറയും. ബൈബിളിലുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. അത് താത്വിക ജ്ഞാനത്തിന് അവിടെ വലിയ സ്പേസ് ഇല്ല. മനുഷ്യന് അനുഭവം അല്ലെന്നുണ്ടെങ്കിൽ ഇത് അപ്രസക്തമായി തീരുകയും ചെയ്യും. മനുഷ്യനില്ലാതെ ദൈവം നിലനിൽക്കും, ദൈവവചനവും നിലനിൽക്കും. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം? മനുഷ്യന് വേണ്ടിയാണ്. യേശുക്രിസ്തു പോലും മനുഷ്യാവതാരം ചെയ്തത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവതാരം ചെയ്താൽ പോരെ? അപ്പം മനുഷ്യനാണ് പ്രാധാന്യം. ഈശോയ്ക്കും അറിയാം എന്താണ് സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്. സാബത്ത് മനുഷ്യന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ വചനവും വചനത്തിൻ്റെ വ്യാഖ്യാനവും സ്പിരിച്വാലിറ്റിയും ആധ്യാത്മികതയും എല്ലാം എന്താണ് മനുഷ്യ ജീവിതത്തിന് വേണ്ടിയും. ഈ കാലം നമ്മളെ ദൗത്യം പൂർത്തിയായി കഴിയുമ്പോൾ മനുഷ്യൻ ദൈവത്തിൽ തിരിച്ചെത്തിച്ചേരാൻ വേണ്ടിയുള്ള സംവിധാനമാണ് സഭയെന്ന് പറയുന്നത്. കയ്യടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്താണ് ആധ്യാത്മികത്തിന് അടിസ്ഥാനമായിട്ട് ഞാൻ മറിയത്തെ അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഭൂമിയുടെ അനുഭവങ്ങളിലെ അനുഭവത്തിൻ്റെ ആൽഫയും ഒമേഗയുമാണ് മറിയമെന്ന് പറയണത്. ആധ്യാത്മിക അനുഭവത്തിൻ്റെ ആൽഫയും ഒമേഗയുമാണ്. എന്താ കാര്യം? ഒന്ന്, അവർ പുരുഷനെ അറിയാതെ ഗർഭം ധരിക്കുമ്പോൾ തന്നെ, പരിശുദ്ധാത്മാവ് ഗർഭം ധരിക്കുമ്പോൾ തന്നെ അതിൻ്റെ നാണക്കേടും മാനക്കേടും സ്ത്രീയെപ്പോലെ അനുഭവിച്ചിട്ട് അവർ പെരുവഴി പ്രസവിക്കാൻ വേണ്ടി ദൈവം വിടുകണവരാണ്. അപ്പോൾ ഒരു മനുഷ്യനെ അനുഭവിക്കും. നിങ്ങൾക്ക് വീടില്ല, വഴിയില്ല, ജോലിയില്ലെന്ന് പറയുമ്പോഴൊക്കെ ഇവിടെ പറഞ്ഞാൽ ആദ്യം ഒന്ന് ചിരിക്കും, പിന്നെ പറയാൻ സാരമില്ല, ഞാൻ നിനക്കുള്ള ഗതികെട്ടാണ് പ്രസവിച്ചത്, എങ്കിലും നിനക്ക് ഞാൻ തരാമെന്ന് പറയും. അത് ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം അനുഭവിച്ചിട്ട് അവസാനം ഈ മകനെ ഈ നഗ്നനായിട്ട് തുണിയെ കെട്ടിയിട്ട് ഒരു കുറവ് ഇറച്ചിയായിട്ട് ഇങ്ങനെ മടിയിലെടുക്കും. മടിയിലെടുത്തിട്ട് ഇവരെ കല്ലറയിൽ വെക്കാൻ വേണ്ടി കൈ നീട്ടി കൊടുക്കും. പിന്നെ ഇവരെ കാണത്തില്ല, ക്രിസ്തുവിനെയും കാണത്തില്ല. ഞാനെപ്പോഴും ഓർക്കും കല്ലറയിൽ അപ്രത്യക്ഷമായത് ഈശോ മാത്രമല്ല, മറിയവും അപ്രത്യക്ഷമായി. ബൈബിളിലും പിന്നെ മറിയത്തെക്കുറിച്ച് അധികം പറയത്തില്ല. എന്താ? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് അവൾ വിശ്വസിച്ചു. കർത്താവ് എന്താണ് അരുളി ചെയ്തത്? കർത്താവ് അവളോട് അരുളി ചെയ്തത് എന്താണ്? മനുഷ്യാവതാരത്തിൻ്റെ സമയത്ത് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്നാണ് പറഞ്ഞിരിക്കണത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് 1:33. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ലൂക്കാ 1:33. യാക്കോബിന്റെ ഭവനത്തിന്മേൽ പറഞ്ഞ യാക്കോബിന്റെ ഭവനത്തിന്റെ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. അപ്പൊ അവന് മരണമില്ല, മരണത്തെ അവൻ ജയിക്കുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും എല്ലാം ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ഇംപ്ലിസിറ്റ്. ഇതാണ് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നോ അമ്മയോടാണ് ആദ്യം പറയണത്. അമ്മ എന്ത് ചെയ്തു? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല, അവൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആദ്യം പിതാവായ ദൈവം മാലാഖയിലൂടെ അമ്മയോട് പറയുമ്പോൾ, എലിസബത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് എലിസബത്തിനോട് പറയും, നിന്നോട് പറഞ്ഞില്ലേ മേരി, അപ്പായി പറഞ്ഞില്ലേ അവൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കുമെന്ന്, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന്.
അതുതന്നെ എനിക്കും പറയാനുള്ളത്. നിന്നെ ബ്ലസ് ചെയ്തിരിക്കണം അപ്പ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ പറഞ്ഞത് നീ വിശ്വസിച്ചു. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ച് നീ കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് ആദ്യമായി സാക്ഷിയായി ജീവിച്ച് വിശ്വസിച്ച നീ ഭാഗ്യവതി. കൈയടിക്കട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ പുനരുദ്ധാനത്തിന്റെ പ്രഥമ സാക്ഷി ആരാണ്? അമ്മയാണ്. അമ്മയുടെ ജീവിതം മുഴുവനും അപ്പോസ്തലന്മാർ പുനരുദ്ധാനത്തിന് സാക്ഷിയാകണത് കർത്താവ് പുനരുദ്ധാനം കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷേ എല്ലാവരും മഗ്ദലന മറിയം ഉൾപ്പെടെ പുനരുദ്ധാനത്തിന് സാക്ഷിയാകണത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷമാണ്. അമ്മയുടെ ജീവിതം തന്നെ പുനരുദ്ധാനത്തിൻ്റെ ജീവിതം സാക്ഷിയായിട്ട് ജീവിക്കുകയും. എന്താ കാര്യം? കർത്താവ് അരുളി ചെയ്യുന്നത് 1:33 പറഞ്ഞു. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ, അതായത് 1:33 എന്താ പറഞ്ഞത്? വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ 16-14 വായിച്ചു. ആ വരാൻ പോകുന്ന കാര്യങ്ങളാണ് മാലാഖ 1:33 പറയണത്. എന്താണ്? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായില്ലെന്ന്, അവൻ മരിച്ചാലും പുനരുദ്ധാനം ചെയ്യുമെന്ന്. അതാണ് എലിസബത്തിൻ്റെ വീട്ടിൽ 1:45 ലൂക്ക പറയണത്. മേരി, നീ ബ്ലെസ്സഡ്. എന്താണ് കാരണം? കർത്താവ് നിങ്ങളുടെ അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിച്ചു. അതായത് എന്താണ് വിശ്വസിച്ചത്? കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൽ നീ വിശ്വസിച്ചു. അവൻ്റെ പുനരുദ്ധാനത്തെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് മറിയം. അതുകൊണ്ടാണ് ഈശോ ചോദിക്കണത്. ഈശോയെ കാണാതെ വരുമ്പോൾ ഞാനും നിൻ്റെ അപ്പനും കൂടി എന്തുമാത്രം നിന്നെ അന്വേഷിച്ചെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും. അപ്പം ഈശോ പറയും, മേരി, യു നോ ഇറ്റ്. നിങ്ങൾക്കറിയാം. എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. എന്ന് വെച്ചാൽ അറിയാമയ്ക്ക് കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഈ കുരിശിൻ്റെ വഴികളിലൂടെ എല്ലാം ബോധം കെട്ട് വീഴാതെ യോഹന്നാൻ പറയും, കണ്ടില്ലേ അമ്മയുടെ നിപ്പ് കണ്ടില്ലേ? പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയായിട്ട് മരിച്ചു കിടക്കുന്ന മകൻ്റെ മുമ്പിൽ ഏതെങ്കിലും അമ്മ ഇങ്ങനെ നിൽക്കുമോ? ഏതമ്മയാലും ബോധം കെട്ട് താഴെ വീണ് കിടക്കത്തില്ലേ? കണ്ടില്ലേ? നിൽക്കണ നിപ്പ് കണ്ടില്ലേ? എന്താണ്? അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു. ആരായിട്ട് നിന്ന്? ഈശോയുടെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയായിട്ട്. ഇപ്പം നിന്നതല്ലല്ലോ, മംഗളവാർത്ത കാലം മുതൽ തന്നെ അവർ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെയാണ് പല വിഷയങ്ങളും അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കണത്. എന്താണ് സംഗ്രഹിക്കണത്? എല്ലാത്തിൻ്റെ അവസാനം എൻ്റെ മകൻ ദൗത്യം പൂർത്തിയാക്കി പുനരുദ്ധാനം ചെയ്യും, ലോകത്തിൻ്റെ രക്ഷ കൈവരും. രക്ഷയെ ധ്യാനിച്ചുകൊണ്ടാണ് അമ്മ എല്ലാ ക്രിസ്തുവിലൂടെ സംഭവിക്കാൻ പോകുന്ന പുനരുദ്ധാനത്തിലൂടെ വരാൻ സമാഗതമാകാൻ പോകുന്ന മനുഷ്യൻ്റെ രക്ഷയെ ധ്യാനിച്ചുകൊണ്ട് അമ്മ ഒറ്റ വാക്കിൽ ഒതുക്കും. എന്താണ്? മേരി ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കയ്യടിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇതാണ് മാതാവ് നൽകുന്ന ജീവിത ദർശനം എന്ന് പറയുന്നത്. ഇതാണ് ഉടമ്പടിയുടെ ദർശനം. ഉടമ്പടി ജീവിത ദർശനം എന്താണ്? എന്ത് സംഭവിച്ചാലും അത് അപ്പായുടെ തിരുമനസ്സിൻ്റെ കീഴ്പ്പെടുന്നുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുമ്പോൾ അമ്മ ഉള്ളിൽ പറയുന്നതാണ്, ഞാൻ സാക്ഷിയാണ്. എന്തിൻ്റെ സാക്ഷിയാണ്? പുനരുത്ഥാനത്തിൻ്റെ സാക്ഷി. ദൈവപൈതലേ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ നന്മയും തിന്മയും വരാം. പക്ഷെ ക്രിസ്ത്യാനിക്കോ വിശ്വാസിക്കോ തിന്മയില്ല. എന്താ കാര്യം? എല്ലാ തിന്മകളിലും കുരിശൊരു തിന്മയാണെങ്കിൽ ആ തിന്മയിലൂടെയാണ് അവൻ മഹത്വവൽക്കരിക്കപ്പെട്ടത്. മുൾക്കിരീടം ഒരു തിന്മയാണെങ്കിൽ ആ തിന്മയിലൂടെയാണ് അവൻ പാപത്തിന്മേൽ അധികാരം സ്ഥാപിച്ചത്. അവൻ്റെ തിരുവിലാലും മുറിവ് ഒരു തിന്മയാണെങ്കിൽ ആ തിന്മയിലൂടെയാണ് ആ സ്നേഹിച്ച് ലോകത്തെ കീഴടക്കിയത്. അത് ലോകത്തെ കീഴടക്കാൻ വേണ്ടി ഈശോ പറഞ്ഞു, ഞാൻ ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാവും, കുരിശുകളുണ്ടാവും, മുറിവുണ്ടാവും, മുൾക്കിരീടമുണ്ടാകും. എങ്കിലും ധൈര്യമായിരിക്കുവൻ. പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ പുനരുത്ഥാനത്തെ സാക്ഷിയാകാൻ ഓർത്തുകൊണ്ട് മാതാവിനെ പോലെ സാക്ഷ്യം വഹിക്കുവാൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശക്തരാകാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ശ്രുതികട്ടെ. എല്ലാത്തിനും പരിഹാരം ഉണ്ടാകുന്ന ഇന്നലെ നമുക്ക് നടന്നത് 33 സാക്ഷ്യങ്ങളാണ്. എ ഗ്രേഡായിട്ടുള്ള വലിയ സാക്ഷ്യങ്ങളാണ്. നമ്മളെ ദൈവം വചനവും വചനാധിഷ്ഠിതമായ ജീവിതവും കർത്താവിൻ്റെ പുനരുത്ഥാനവും സുവിശേഷ സാക്ഷ്യവും ഒക്കെ വളരെ ഗുരുതരമായ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ
ദൈവരാജ്യത്തിന് നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ കർത്താവ് ചേർത്ത് നൽകുന്നതാണെന്നാണ് ഇതിൻ്റെ ഒരു സംക്ഷിപ്തം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴ് നിങ്ങൾ പരസ്പരം ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ ഈ സമയത്ത് ഉടമ്പുഴ മുഴുവൻ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യും പ്രാർത്ഥനയിൽ. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി മക്കൾ ഇടിമുഴക്കം പോലെ സ്തുതിച്ചാൽ മതി. ഞാൻ വിഷയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ശക്തമായി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. കർത്താവേ, 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ ജൂബിലിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാണ്. ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാണ്. ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ, അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ. സന്ധിബന്ധങ്ങളിലെ കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ, മാംസപേശികളിലെ കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ, രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ, രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ അകത്ത് ഉച്ച മുതൽ ഉള്ളംകാല വരെ കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവദുരിതങ്ങൾ, ആന്തരിക രോഗങ്ങൾ, ആന്തരിക അവയവ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. സുവിശേഷ സാക്ഷിയാകാൻ പ്രത്യേക അഭിഷേകം ലഭിക്കട്ടെ. കർത്താവേ, ജീവിക്കാൻ മാർഗമില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, കർത്താവേ, വീടിലെ വേദന വിട്ടുമാറാത്തവര്, ജീവിതമാർഗം പൊട്ടിപ്പോയവര്, ജോലി, പഠനം, പരീക്ഷ, കർത്താവേ, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിൽ സംഘർഷത്തോടെ ജീവിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ സാന്ത്വനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി പോകാനിരിക്കുന്നവർ, ആശുപത്രി കിടക്കുന്നവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ളവർ, ഓപ്പറേഷൻ കഴിഞ്ഞു വിട്ട് താമസിക്കുന്നവർ, കർത്താവെ, മക്കളില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, ഡൈവേഴ്സ്, കർത്താവെ, ഡൈവേഴ്സിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അതിൽ അകപ്പെട്ടു പോയവർ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ സഹകരണ ഈശോയെ നിലനിൽക്കേണ്ട മക്കൾ, തെറ്റായ പ്രണയത്തിൽ കുടുങ്ങിയവർ, അതുപോലെ പ്രണയത്തിൽ കുടുങ്ങിപ്പോയവർ, കുടുംബത്തിന് ദോഷമുണ്ടാക്കുന്നവർ, കുടുംബത്തിന് എല്ലാ തരത്തിലുള്ള സാമ്പത്തിക തകർച്ചയും ജീവിത തകർച്ചയും കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങളും സുഖങ്ങൾക്ക് വേണ്ടി ജീവിതത്തെയും മാതാപിതാക്കന്മാരെ വിട്ടെറിഞ്ഞു പോയിട്ടുള്ള ബുദ്ധിമോശം കാണിച്ചുള്ള വ്യക്തികൾക്ക് മാനസാന്തരം ഉണ്ടാകാൻ കർത്താവിൻ്റെ ആത്മാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ജോലി ഇല്ലാത്തവരെ, സാമ്പത്തിക കടങ്ങളുള്ളവരെ, ജപ്തി നടപടി നടക്കുന്നവരെ, അതിലകപ്പെട്ടു പോയിരിക്കുന്നവരെ, ഒറ്റ പാട്ടം, അതുപോലെ തന്നെ കർത്താവ് അതിലേക്ക് അകപ്പെട്ടിരിക്കുന്നവരെ, ജീവിതമാർഗത്തിന് മാർഗമില്ലാത്തവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, തിരിച്ചു പോരാൻ പോകുന്നവരെ, വിസ നഷ്ടപ്പെട്ടവരെ, പലതരത്തിൽ കർത്താവെ വിസ പുതുക്കി കിട്ടാത്തവരെ, അന്യനാടുകളിൽ വേദന അനുഭവിച്ച് ജീവിക്കുന്നവരെ, കർത്താവേ, എല്ലാ മക്കളുടേക്കും ദൈവത്തിന് സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ. കർത്താവിൻ്റെ ആത്മാവ് ഇടിത്തീ പോലെ, കർത്താവിൻ്റെ ആത്മാവ് ഏലിയായി നിവസിച്ച പരിശുദ്ധാത്മാവ്, ദാവീദ് നിവസിച്ച പരിശുദ്ധാത്മാവ്, യേശു ക്രിസ്തു നിവസിച്ച പരിശുദ്ധാത്മാവ്, ശിഷ്യന്മാർ ഇറങ്ങി വെച്ച പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടെ, അഭിഷേകം ചെയ്യപ്പെട്ടെ, അഭിഷേകം ചെയ്യപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ കോശങ്ങളും പേശികളും യേശുവിന്റെ നാമത്തിൽ പെരുമഴ പോലെ, കൊടുങ്കാറ്റ് പോലെ വീശി അടിക്കട്ടെ. ആത്മാവിനെ വീശടിക്കട്ടെ, ആത്മാവ് വീശടിക്കട്ടെ. യേശുവിന്റെ നാമം ദൈവവിളികളില്ലാത്ത കുടുംബങ്ങള്, ദൈവവിളികൾക്ക് എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളുള്ളവര്, ദൈവവിളി നഷ്ടപ്പെടാൻ പോകുന്നവര്, എല്ലാ സ്ഥലത്തും പ്രാർത്ഥിക്കും. പുതിയ ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് എല്ലാവരുടെ ദൈവത്തിന്റെ കണ്ടെത്തരട്ടെ.
യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കുക. ഉടമ്പടി എടുത്ത വിഷയത്തിന്മേലും പുതുക്കാൻ പോകുന്ന വിഷയത്തിന് മേലും മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദത്തിലേക്ക് പോവുകയാണ് നമ്മൾ. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് മൗന സമർപ്പണം ചെയ്ത് പുനരുദ്ധാനത്തിൻ്റെ ആദ്യ സാക്ഷ്യം വഹിക്കുവാൻ ഈ ആരാധനയിലൂടെ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. നിങ്ങൾ പറയുക മാത്രമല്ല, അത് ടൈപ്പ് ചെയ്ത് അന്നത്തെ ആവശ്യം പറ്റുമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൂടി നിങ്ങൾ ആ പ്രാർത്ഥനയുടെ ഭാഗമാക്കണം. പിന്നെ അതുപോലെ തന്നെ വാഹനം വാങ്ങിച്ചവരും വർക്ക് സൈറ്റ് എടുക്കാൻ പോകുന്നവരും അതുപോലെ തന്നെ കെട്ടിടം പണിയാൻ പോകുന്നവരും ആ പ്രാർത്ഥനാ സമയത്ത് അതിൻ്റെ നിങ്ങളിപ്പോൾ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്നവർ, പാസ്പോർട്ടിന് ഇൻ്റർവ്യൂ പോകുന്നവർ, അപ്പോൾ അതെല്ലാം പാസ്പോർട്ട് ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കേണ്ടത്. പറ്റുമെങ്കിൽ നല്ലതായിരുന്നു അങ്ങനെ ചെയ്യണത്. ഗർഭിണികളാണെങ്കിൽ ആ സമയത്ത് ഒരു കൈ മൊബൈലിലും ഒരു കൈ വയറിലും വെക്കണം. മൊബൈൽ പുറത്ത് വെച്ച് സ്വരത്തിൽ കൂടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കൈ വയറിലും ഒരു കൈ എവിടെയാണ് രോഗസ്ഥാനത്തും ഒരു കൈ ശിരസിലും വെച്ചാൽ മതി. അപ്പോഴാണ് ആ പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛൻ കുരിശ് ഉയർത്തത്തില്ലേ, ആ കുരിശ് ഉയർത്തുന്ന സമയത്താണ് ചെയ്യേണ്ടത്. കുരിശ് ഉയർത്തുന്നതിന് മുമ്പുള്ളത് പ്രത്യക്ഷീണ പ്രാർത്ഥനയാണ്. അപ്പോൾ അത് ചെയ്യരുത്. പ്രത്യക്ഷീണ പ്രാർത്ഥന നിങ്ങളുടെ മൗനമായിട്ട് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചാൽ മതി. പക്ഷേ കുരിശ് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ എവിടെയാണ് ആ സ്പോട്ട്, ഇപ്പോൾ കാർ ഷെഡെങ്കിൽ കാർ ഷെഡ്, വാഹനത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം, മന്ത്രകോടി, ഇപ്പോൾ കല്യാണമൊക്കെ നടക്കാൻ പോകുന്നവർ മന്ത്രകോടി താലിയൊക്കെ വാങ്ങിച്ചു കാണാം. അപ്പോൾ അത് വെച്ചിട്ട് വേണം പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അത് നേരത്തെ എടുത്ത് വെക്കണം നിങ്ങൾ, അല്ലാതെ 5:30 ഓടിപ്പിടിച്ച് അത് ചെയ്യരുത്. പക്ഷെ തലേ ദിവസം രാത്രി തന്നെ അതൊക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സമർപ്പിക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് കഴിയുമ്പോൾ ഒരു പീഠം ഇതിനു വേണ്ടി വെക്കും മാതാവിൻ്റെ അടുത്ത്. ഇപ്പം നിങ്ങളുടെ മന്ത്രകോടി, ചില ആൾക്കാർ മന്ത്രകോടി കൊണ്ടും താഴെ വെക്കുന്നുണ്ട്, ചില താലി കൊണ്ട് താഴെ വെക്കുന്നുണ്ട്, ചില ആൾക്കാർ കല്യാണം കഴിച്ചതിന് ശേഷം ചില ആൾക്കാർ മക്കളെ കൊണ്ടുവന്ന് അവിടെ കിടത്തണുണ്ട്. അപ്പോൾ അത് കിടത്താനൊക്കെ വേണ്ടി ഒരു സ്ഥലം മാതാവിൻ്റെ അടുത്ത് മുമ്പിൽ കിടത്താനുള്ള സ്ഥലം ഇവിടെ നിശ്ചയിച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് അത് ചെയ്യാനുള്ള അനുവാദം കിട്ടും. അത് മിക്കവാറും കിട്ടാൻ സാധ്യതയുള്ളത് ഇവർ ഊണ് കഴിക്കാൻ പോകുന്ന സമയത്താണ്. സാക്ഷ്യത്തിലുള്ള സിസ്റ്റർ അച്ഛനൊക്കെ പോകത്തില്ലേ. അപ്പോൾ ഒരു 12:30 തൊട്ട് 1 മണി തൊട്ട് 1:30 മണി വരെയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാൻ പറ്റും. അതിവിടെ മുട്ട തന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് തരാം. ഇപ്പോൾ പറയത്തില്ല, ഞാൻ അനൗൺസ് ചെയ്ത് ഇതെല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്തതിനൊക്കെ എനിക്കിപ്പോഴും ഒരു കൺഫ്യൂഷനുണ്ട്. അത് മാതാവ് ഇങ്ങനെ രൂപമായിട്ട് ഇരിക്കുകയും മാതാവ് ഇങ്ങനെ കൈ തുറന്നിരിക്കുന്ന ഒരു രൂപമാണ് എനിക്ക് ദർശനത്തിൽ കിട്ടിയത്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണെങ്കിൽ അത് ഇവിടെ തന്നെ വെക്കാൻ പറ്റത്തില്ല, മാതാവിൻ്റെ രൂപ ഇവിടെ ഉള്ളത് കാരണം. അപ്പോൾ ഒരു കൺഫ്യൂഷനുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംവിധാനം വരുന്നത് വരെ നിങ്ങൾ ഈ പ്രത്യക്ഷീണ രാവിലെയുള്ള അനുദിന അനുഗ്രഹ പ്രാർത്ഥന ഉപയോഗിക്കണം. അവിടെ അതുകൂടി അത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. അതായത് ഒരു മനുഷ്യന് ഈ ജീവിതത്തിൽ ഒരു ദിവസം അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെ മേലും അത് ആ പ്രാർത്ഥന പോകും. അതുകൊണ്ട് നിങ്ങളത് കേൾക്കുകയും കൂടുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. പിന്നെ നിങ്ങളുടെ തനത് നിയോഗങ്ങളാണ് ആദ്യം തന്നെ പ്രത്യക്ഷ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ നിയോഗം വെക്കാനുള്ള സമയമുണ്ടാകും. രണ്ടാമത്തെ അറിയിപ്പ്,
നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ഉടമ്പടി എടുക്കുന്നുണ്ട്. ഉടമ്പടി ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പേരിലാണ് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ എന്നിട്ട് ഈ അണ്ണൻ ക്ലാസ്സിൽ പങ്കെടുക്കത്തില്ല, അങ്ങേര് പോയി അവിടെ ഇരിക്കും, കാറിലിരിക്കും. എന്നിട്ട് ഭാര്യ ക്ലാസ്സും കേട്ടോണ്ട് വരുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ നെഞ്ചും പിരിച്ച് ഇങ്ങോട്ട് ഭാര്യയുടെ കൂടെ വരും. അപ്പോൾ ഇവിടെ നിന്നുള്ള ആൾക്കാർ തള്ളി മാറ്റും. കാര്യത്തെ കള്ളത്തരല്ലേ കാണിക്കണത്. ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഭാര്യയും ഭർത്താവും ക്ലാസ് കൂടണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇത്രയും ബുദ്ധിമുട്ട് കള്ളത്തരം കാണിക്കണത് എന്തിനാണ്? നിങ്ങൾ ഭാര്യയുടെ പേരിലെടുത്തോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഭാര്യയും ഭർത്താവെന്ന് എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താ ഇവർ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് വരുമ്പോഴും ഭർത്താവിനും കൂടി വരാം. അല്ലെങ്കിലും ഞാൻ ഭാര്യ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അവിടെ മക്കളുണ്ടാന്ന് ചോദിക്കും. അവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന ആൾക്കാരെ സംബന്ധിച്ചത് എനിക്കറിയാൻ പറ്റും. ഇപ്പോൾ മക്കൾ ചിലപ്പോൾ ഉടമ്പടി എടുത്ത് കാണത്തില്ലായിരിക്കും. ഭർത്താവ് ഈശോനോട് പറയാം മക്കൾ വന്നിട്ടുണ്ട് വിളിച്ചോളാൻ പറയും. അപ്പോൾ ഞാൻ വിളിപ്പിക്കും. ചിലപ്പോൾ ഭർത്താവിനെ വിളിപ്പിക്കും. അപ്പോൾ ഭർത്താവ് ഇവിടെ ഇല്ല, ഭർത്താവ് അവിടെ ഇരിക്കും. ഞാൻ പോയി വിളിച്ചിട്ട് പാടിയാൽ പറയാം. കാര്യം അവരെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈശോ. ചിലപ്പോൾ ആ പാവപ്പെട്ടവന് ആവശ്യമില്ലാത്ത കുറ്റബോധമായിട്ട് എനിക്കിതൊന്നും പറഞ്ഞിട്ടില്ല, ദൈവത്തിന് എന്നെ വേണ്ട, എൻ്റെ കയ്യിരിപ്പ് എൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കുകയായിരിക്കും. അവനെ വിളിച്ചിട്ടൊരു ബ്ലസ് ചെയ്യുമ്പോൾ ഓക്കെ ആവും ആൾ. അപ്പം അതുകൊണ്ട് നിങ്ങൾ അതായത് ഇതൊക്കെ ഇവിടുന്ന് കിട്ടും. പിന്നെ എന്നോട് നിങ്ങൾ പറഞ്ഞാൽ മതി. അച്ഛനെ കാണാൻ പറ്റുമ്പോൾ പറയണം, അച്ഛാ ഇന്നതാണ് സംഭവം, പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്, ഇവിടെ ഇപ്പോൾ ഉണ്ട്, വിളിക്കട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ എത്ര പേര് വിളിക്കുന്നു, മക്കളെ വിളിക്കും. പക്ഷേ ആ കുടുംബത്തിലുള്ള ആളായിരിക്കണം. അത് നിങ്ങളിവിടെ വന്നത് ചേടത്തിനെ വിളിച്ചോണ്ട് വരരുത്. ചേടത്തിനെ കൊണ്ടുവന്നോ ഞാൻ പറയാം, അത് വേറെ വീടല്ലേ, നിങ്ങളല്ല. നിങ്ങളുടെ ഉടമ്പടിയിൽ പങ്കുപറ്റാൻ വേണ്ടി എംബ്രാൻ്റെ വെട്ടത്ത് വാരുടെ അത്താഴത്തിന് വേണ്ടി വന്നിരിക്കണവർ. നമുക്ക് കാശ് മുടക്കിയാലേ എണ്ണ കത്തത്തുള്ളൂ. അതൊക്കെ നിങ്ങൾ കത്തിക്കണം. അവർ വെട്ടം കാണും. അങ്ങനെയുള്ള ചൂഷണവും നടക്കത്തില്ല, വിളിക്കാൻ പറ്റത്തെന്ന് പറയും. അത് വേറെ വീടാണെന്ന് പറയും. നിങ്ങളുടെ അനിയത്തിയായിരിക്കും, പക്ഷേ അവരെ കെട്ടിച്ചു വിട്ട് വേറെ വീട്ടിലാണ് താമസിക്കണം. അവർക്കിതുമായിട്ട് ഉടമ്പടിയായിട്ട് ബന്ധമില്ല. ആ ഉടമ്പടി എടുത്ത ഭവനത്തിന് തീർച്ചയായിട്ടും ഭർത്താവിനും വിശ്വസിച്ചാലും ഇല്ലെങ്കിലൊക്കെ ഒരു ബന്ധമുണ്ടാകും. അയാൾക്ക് ഇവിടം വരെ വരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാം ഭർത്താവ് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറയും വിളിക്കാൻ പറയും. ചിലപ്പോൾ ഭയങ്കര മുക്കുടിയനായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസൊക്കെ ആയിരിക്കും. പക്ഷേ ചിലപ്പോൾ ഒരു ബ്ലെസ്സിങ് കൊണ്ട് ചിലപ്പോൾ അത് ശരിയാകും. ഇവിടം വരെ വന്നിട്ടുണ്ടെങ്കിൽ മാതാവില്ലേ കൊണ്ടുവന്നത് അയാളെ, അതിനാർക്കാണ് അറിയാൻ പറ്റാത്തത്. ഇവിടം വരെ ആ മകൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ ഈ മണ്ണി ചവിട്ടിയത്. അപ്പോൾ നമ്മൾ വിളിച്ചൊരു ബ്ലെസ്സിങ് കൊടുക്കും. അപ്പോൾ പക്ഷെ അവരിവിടെ തിരക്ക് കാണിക്കരുത്. അവർ കാര്യം ഇവിടെ ചീട്ടെടുത്തിട്ട് മാത്രമേ ഇവിടെ നിർത്തത്തുള്ളൂ. മറ്റുള്ളവർ ആ ചീട്ട് വഴി ഇവിടെ വരുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി, ഭർത്താവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എവിടെയാണ് നിൽക്കണം അവിടെ നിന്ന് വിളിപ്പിക്കും. അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ പേര് നിങ്ങൾ കള്ളത്തരം കർത്താവിൻ്റെ അടുത്ത് കൈ നനയാതെ മീൻ പിടിക്കാൻ നോക്കരുത്. ക്ലാസ് പങ്കെടുക്കാതെ ഭാര്യയുടെ കൂടെ ഇതിൻ്റെ അകത്ത് കയറാമെന്ന് അത് ശരിയല്ല. അതൊന്ന് ശ്രദ്ധിക്കണം. 2-3 കേസ് ഇപ്പോൾ കിട്ടിയത് കൊണ്ട് ഇങ്ങനെ പറയണതാണ്. ഓക്കെ.